ശ്രീനാരായണ പരമഗുരവേ നമഃ. വന്ദേ ഗുരുണാം ചരണാരവിന്ദം സന്ദർശിത സ്വാത്മസുഖാംബുധീനാം ജനസ്യ യേഷാ ഗുളികായമാനം സംസാരഹാലാഹലമോഹശാന്തേ. ശിവഗിരിശിഖരാഗ്രേ ദിവ്യപത്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം. സർവശ്രുതിശിരോരത്ന സമുദ്ഭാസിതമൂർത്തയേ വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീഗുരവേ നമഃ. അംബാമംബുജസംസ്ഥിതാം ധൃതശുഗാം പീയൂഷഹസ്തോജ്വലാം ആബീനസ്തനഭാരമണ്ഡിതതനും ചിന്മുദ്രയാ ജ്ഞാനദാം ശ്രീനാരായണദേവ വന്ദിതപദാം ക്ഷൗമാംബരാം ഭാരതിം ധ്യായേധ്യാനവിദാതൃപുസ്തകലസത്പാണീം ശിവാം ശാരദാം. സർവലോകാനുരൂപനായ ബ്രഹ്മവിദ്യാഗോവിദനായ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായ ശ്രീനാരായണ മാമുനിയുടെ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. വഴിയും വഴികാട്ടിയുമായ മഹാഗുരുവിലേക്ക് നയിക്കുന്ന ആചാര്യപാദങ്ങളിൽ വന്ദനം. സുഹൃതികളും ജിജ്ഞാസുക്കളും സ്നേഹനിധികളുമായ സേവനം UK-യിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും ഈ എളിയ ഗുരുഭക്തയുടെ വിനീത നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സേവനം UK-യില് ഇത് 2ാം തവണയാണ് ഞാന് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ. ഗുരുവിന്റെ കൃപാതിരേകം ഒന്നുകൊണ്ട് മാത്രം ഒരു സുവർണ അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ആശ്രമത്തില് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിലുള്ള ദിവ്യ പ്രബോധന ധ്യാനമുണ്ടായിരിക്കും. ഞാൻ ചിന്തിക്കുകയാണ്, എത്രയോ സുഹൃത്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. ഗുരുവിനെ അറിയുവാനും ആ ഗുരു കാട്ടിത്തന്ന വഴിയിലൂടെ നടക്കുവാനും ഗുരുപദത്തിൽ ചരിക്കുവാൻ കാണിക്കുന്ന ആ ഒരു മനസ്സ് എത്ര തന്നെ പറഞ്ഞാലും, കാരണം നാട്ടിലുള്ളവരെ കഴിഞ്ഞുമൊക്കെ കൂടുതൽ ഉത്സാഹത്തോടു കൂടി എല്ലാ തിരുചതയ ദിനങ്ങളിലും ഒത്തുചേർന്ന് പ്രാർത്ഥനയും ജപവും ധ്യാനവും ഒക്കെയായി സത്സംഗ ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഈ സേവനം UK-യുടെ ഭാരവാഹികളായ ഇതിൻ്റെ സാരഥികൾ ഓരോരുത്തർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമുക്കറിയാം, ഗുരുവിനെ അറിയുവാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം അവിടുത്തെ മനോമുകുരത്തിൽ നിന്നും അടർന്നു വീണിട്ടുള്ള ആ മണിമുത്തുകൾ, ആ തിരുവുള്ളത്തിൽ നിന്നും ഊറി വന്നിട്ടുള്ള അമൃതവാണികൾ, ആ സമ്പൂർണ്ണ ഗുരുദേവ കൃതികളുടെ ശ്രവണ മനന നിധിധ്യാസനമാണ് ഏറ്റവും ഉത്തമമായ മാർഗം. 64-ൽ പരം ഗുരുദേവ കൃതികള് ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ ഗുരുദേവ കൃതികളെ തന്നെ സ്തോത്രകൃതികള്,
ദാർശനിക കൃതികള്, പ്രബോധനാത്മക കൃതികള്, ഗദ്യകൃതികള്, തർജ്ജമകൾ എന്നിങ്ങനെ പല വിഭാഗങ്ങളിലായിട്ട് നാം പുസ്തകങ്ങൾ എടുക്കുമ്പോൾ കാണുന്നുണ്ട്. നമ്മൾ പഠനം നടത്തി വരികയാണ്. ഇന്ന് മനനത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പിണ്ടനന്ദിയാണ്. സമ്പൂർണ്ണ ഗുരുദേവ കൃതികൾ എടുക്കുമ്പോൾ അതില് ശിവസ്തോത്രങ്ങളുടെ വിഭാഗത്തിലാണ് പിണ്ടനന്ദി എന്ന കൃതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പേരിൽ തന്നെ ഉണ്ട് നന്ദി. നമ്മള് നന്ദിയുള്ളവരായിരിക്കേണ്ടതിൻ്റെ അല്ലെ കൃതജ്ഞതയുടെ അനിവാര്യത എടുത്തു കാണിക്കുന്ന കൃതിയാണ്. സൃഷ്ടിയുടെ ആ നിഗൂഢ രഹസ്യം വെളിപ്പെടുത്തി തരുന്ന കൃതി, അല്ലെങ്കിൽ അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കുള്ള ഉണർവാണ് ഈ കൃതിയുടെ അടിസ്ഥാന തത്വം. ഇവിടെ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ നമ്മൾ ചൊല്ലിയ ജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ച കണ്ണുകൾക്ക് ജ്ഞാനമാകുന്ന അഞ്ജനം ശലാക കൊണ്ടെഴുതി കണ്ണ് തുറപ്പിക്കുന്നത് യാതൊരു ഗുരുവാണോ ആ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കുള്ള ഒരു ഉണർവ്. ഈ കൃതിയിലൂടെ നമ്മൾ തീർത്ഥയാത്ര നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും ഗുരുവിലെ ആ ഋഷിയെയും കവിയെയും ശാസ്ത്രകാരനെ ഒന്നിച്ച് സമന്വയിപ്പിക്കുന്ന ഒരു രംഗമാണ് ഈ കൃതിയിലുടനീളം നമുക്ക് മനസ്സിലാകുന്നത്. സാമൂഹ്യ പരിഷ്കർത്താവാണ്, തത്വചിന്തകനാണ്, മനഃശാസ്ത്രജ്ഞനാണ്, ഗൈനക്കോളജിസ്റ്റ് ആണ്, സാമ്പത്തിക വിശാരദനാണ്, എല്ലാമാണ്. എന്നാൽ ഇതിനെല്ലാം ഉപരി എല്ലാത്തിനെയും കൂടെ സമന്വയിപ്പിക്കുന്ന ഒരു ഭാവമാണ് നമുക്ക് ഈ പിണ്ടനന്ദി എന്ന കൃതിയിലൂടെ കടന്നു പോകുമ്പോൾ ഉരുത്തിരിഞ്ഞു കിട്ടുന്നത്. നമുക്കറിയാം നന്ദി പറച്ചിലിന്റെ ആവശ്യകത എന്താണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മള് എന്തിനൊക്കെ കൃതജ്ഞത പറയണം? ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു എന്ന ആ രണ്ട് വാക്ക് എത്ര ആഴമുള്ളതാണ്, എത്രയധികം പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ജീവിതത്തില്. എപ്പോഴൊക്കെ നമുക്ക് നന്ദി പറയാനുള്ള അവസരം കിട്ടുന്നോ അത് പൂർണ്ണമായിട്ട് നമ്മൾ ഈ ടിൽ ദ ലാസ്റ്റ് മൊമെന്റ്, ഈ ഒരു മൊമെന്റ് വരെ നമ്മളിലേക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങള്, എന്തെല്ലാം ബ്ലെസ്സിങ്സ് വന്നു ചേർന്നിട്ടുണ്ടോ അതിനെല്ലാം നമ്മൾ ഹൃദയപൂർവ്വം നന്ദി പറയുമ്പോഴാണ് വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള അവസരങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരേണ്ടത്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് നന്ദി പറയാം. ഇവിടെ പ്രാർത്ഥന ആലപിച്ച കൊച്ചു കുട്ടികളൊക്കെ ഈ സത്സംഗത്തിലുണ്ട്. അവരോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ എന്തിനൊക്കെ നന്ദി പറയണം? മക്കളെ, എന്തിനൊക്കെയാണ് നമ്മൾ നന്ദി പറയേണ്ടത്? നന്ദി പറയേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നിങ്ങൾ എപ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്? എന്നെ ശ്രവിക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും ഒരു റെസ്പോൺസ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചു കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. നമ്മൾ എന്തിനൊക്കെ കൃതജ്ഞതയുള്ളവരായിരിക്കണം? കൃതജ്ഞതയാണല്ലോ അത്, കൃതജ്ഞതയുടെ അനിവാര്യതയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നന്ദി പറയാറുണ്ടോ നമ്മൾ ജീവിതത്തില്? എന്താണ് ഒരു സൈലൻസ്? ചോദിച്ചു ആർക്കാണെങ്കിലും പറഞ്ഞു. കൊച്ചു കുട്ടികളൊക്കെ ഇതിലുണ്ട്, അവരോടാണ് എനിക്ക് സംവദിക്കാൻ കൂടുതൽ ഇഷ്ടം, മുതിർന്നവരെ കഴിഞ്ഞു. എന്താ മക്കളെ, നിങ്ങൾ എപ്പോഴാണ് താങ്ക് യു പറയാറുള്ളത്? അച്ഛനും അമ്മയോടും. അച്ഛനമ്മയോടും. പിന്നെ നമുക്ക് താങ്ക് യു പറയാനുള്ള, ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള ഒരു ലിസ്റ്റ് എഴുതാൻ പറഞ്ഞ എന്തൊക്കെ ഐറ്റംസ് നിങ്ങൾ എഴുതി? എത്ര എണ്ണം വരുമായിരിക്കും? ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വരുന്ന എത്ര ഐറ്റംസ് ഉണ്ടാവും? ഒരു ഏകദേശ കണക്കെടുത്തു കഴിഞ്ഞാൽ എത്ര ലിസ്റ്റ് എഴുതാൻ പറ്റും? അച്ഛനോടും അമ്മയോടും മാത്രമേ നന്ദിയുള്ളൂ? അപ്പൊ രണ്ട് നന്ദിയിൽ ഒതുങ്ങി, അത് മാത്രമേ ഉള്ളൂ? നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സിനോട് നമ്മൾ നന്ദി പറയണം.
കിട്ടുന്ന ഓരോ ബ്ലെസ്സിങ്സ്, ഈ ബ്ലെസ്സിങ്സ് നമുക്ക് ഒന്നായി എണ്ണി എണ്ണി പറയാമല്ലോ. എന്തൊക്കെയാണ് ബ്ലെസ്സിങ്സ്? നമ്മുടെ ഭക്ഷണം, വസ്ത്രം, താമസം, നമ്മൾ കഴിക്കുന്ന വായു, ആഹാരത്തിന് നന്ദി പറയാം, കുടിക്കുന്ന ജലത്തിന് നന്ദി, ജോലി, പറഞ്ഞോളൂ. തൊഴിലിന് നന്ദി പറയാം, വിദ്യാഭ്യാസത്തിന് നന്ദി പറയാം, നമുക്ക് കിട്ടുന്ന ജ്ഞാനത്തിന് നന്ദി പറയാം, അല്ല ഇന്ന് ഈ ചതയ ദിനത്തിൽ ഇവിടെ ഒത്തുകൂടാൻ ഒരു അവസരം കിട്ടിയതിന് ആദ്യം നമ്മൾ ജഗദീശ്വരന് നന്ദി പറയണം. തീർച്ചയല്ലേ? തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി പറയണം. ആദ്യം ദൈവത്തോടാണ് നന്ദി പറയണ്ടേ. അമ്മയുടെ വയറ്റില് 9 മാസവും 7 ദിവസം ഒന്നും അറിയാണ്ട് കിടന്നപ്പം ദൈവമാണ് നമ്മളെ അവിടെ നിന്ന് കൈപിടിച്ച് ഈ ഭൂമിയിലേക്ക് കാഴ്ചവെച്ചത്. അപ്പം തീർച്ചയായിട്ടും. അപ്പൊ ഓരോ ദിവസവും എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ മനോഹരമായ ഒരു പ്രഭാതം കൂടി എനിക്ക് തന്ന പ്രപഞ്ചശക്തിക്ക് നന്ദി പറയണ്ടേ. കാരണം ഇന്നലെ ഞാൻ ഉറങ്ങി, രാവിലെ എനിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചല്ലോ. ശരിയല്ലേ? പ്രകാശേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഓരോന്നിനും ദൈവത്തോട് നന്ദി. ഈ നന്ദികളെല്ലാം ചെല്ലുന്ന പ്രപഞ്ചശക്തിയിലേക്കാണ്, ദൈവത്തിലേക്കാണ് ചെല്ലുന്നത്, ഗുരുവിലേക്കാണ് ചെല്ലുന്നത്. അപ്പൊ നമുക്ക് എന്തെല്ലാം കിട്ടിയിട്ടുണ്ടോ, കിട്ടിയിട്ടുള്ളതിനെല്ലാം നമ്മൾ നന്ദി പറയുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് അനുഗ്രഹ വർഷം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, അല്ലെ? ഇവിടെ പിണ്ടം നന്ദി പറയുകയാണ്. പിണ്ടനന്ദിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നന്ദിയുടെ അനിവാര്യത, കൃതജ്ഞതയുടെ അനിവാര്യതയാണ് ഇതിലെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഓരോ ശ്ലോകത്തിലൂടെ 9 ശ്ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഗുരു നമ്മളോട് കൃതജ്ഞതയുള്ളവരായിരിക്കണം നമ്മളെന്ന് പിന്നെ വീണ്ടും വീണ്ടും ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണോ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ചെറുതു തൊട്ട് വലുത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നന്ദിയിൽ ഉൾപ്പെടും. നമുക്ക് മണ്ണിനും പുഴകൾക്കും മലകൾക്കും ജീവജാലങ്ങൾക്കും മരങ്ങൾക്കും തണലിനും സൂര്യനും ചന്ദ്രനും ഒക്കെ നമ്മൾ നന്ദി പറഞ്ഞു. ശരിയല്ലേ? ഇതൊക്കെ ഒരു ദിവസത്തേക്ക്, ഒരു സെക്കൻഡ് നേരത്തേക്ക് പണി മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സുഖകരമായിരിക്കുമോ? നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു അവയവം ഒരു അല്പസമയത്തേക്ക് പണി മുടക്കിയാൽ നമുക്ക് എന്തെല്ലാം അസ്വസ്ഥതകൾ ഉണ്ടാകും. ശരിയല്ലേ? ഇതിപ്പോ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുന്ന ഒരു അല്പ സാങ്കേതിക തകരാറ് വന്നു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ട് നമുക്കിതിന് ശ്രവിക്കാൻ പറ്റുമോ? ഈ വിദൂര സ്ഥലത്തിരുന്നു കൊണ്ട് ശ്രവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം അതെന്താണ്? കൃതജ്ഞതയുടെ അനിവാര്യത ഊന്നി പറയുന്ന വസന്ത തിലക വൃത്തത്തിൽ ഏതാണ്ട് 1887-നും 1897-നും ഇടയിലാണ് ഇതിന്റെ രചന എന്ന് പറഞ്ഞ ഗുരു രചിച്ച അതിമനോഹരമായിട്ടുള്ള സൃഷ്ടിയുടെ ആ നിഗൂഢ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന പിണ്ടനന്ദി എന്ന കൃതി. ഇതിലെ നന്ദി പറച്ചിലിനും ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ജനനത്തിന്റെ ആ കാരണസത്തയിലേക്ക് തിരിഞ്ഞു നോക്കി കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ഒരു രചനാ സംവിധാനമാണ് ഗുരു പിണ്ടനന്ദിയുടെ രചനയില് അവലംബിച്ചിരിക്കുന്നത്. 9 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമത്തെ ശ്ലോകം എന്ന് ഇവിടെ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നമുക്ക് ശരിക്കും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ 9 ശ്ലോകത്തിലൂടെയും കടന്നു പോകാനുള്ള സമയമുണ്ടോ? എങ്കിലും നമുക്ക് അതിലൂടെ നമ്മുടെ സമയപരിധി വെച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന അത്രയും നമുക്ക് യാത്ര ചെയ്ത് നോക്കാം. ശരിക്കും ഗർഭോപനിഷത്തുകളെ, ഉപനിഷത്ത് എന്ന് പറഞ്ഞ എന്താണ്? ഉപനിഷത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വേദാന്തം. ഉപ പ്ലസ് നീ പ്ലസ് സത്താണ്. അപ്രോച്ചിങ് നിയർ ഓർ സിറ്റിംഗ് നിയർ, ആ പരമമായ സത്യത്തോട് ചേർന്നിരിക്കുക, അല്ലെ? അപ്പൊ ഉപനിഷത്ത് നമുക്കറിയാം 108-108ഓളം ഉപനിഷത്തുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിഷത്തുകൾ. അതില് ഗർഭോപനിഷത്തിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ഈ പിണ്ഡനന്ദിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ ഗർഭോപനിഷത്തിനെ അടിസ്ഥാനമാക്കി പിപലാദ മഹർഷിയുടെ ഗർഭോപനിഷത്തിനെ അടിസ്ഥാനമാക്കി ഗുരു രചിച്ചിരിക്കുന്ന ഒരു കൃതിയാണ് പിണ്ഡനന്ദി എന്ന് പറയുന്നത്. അപ്പം ആധുനിക ശാസ്ത്രം ഗർഭോൽപത്തിയെ കുറിച്ച് പഠിച്ചറിയാൻ തുടങ്ങുന്നതിന് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിലെ ഋഷീശ്വരന്മാര് അവരുടെ ജ്ഞാനചക്ഷുസ് കൊണ്ട് ഉൽപ്പത്തി രഹസ്യം കണ്ടെത്തി കഴിഞ്ഞിരുന്നു. അപ്പൊ ഗർഭത്തെ കുറിച്ച് പറയുന്ന ഉപനിഷത്താണ് ഗർഭോപനിഷത്ത്. അത് വെറും 5 മന്ത്രങ്ങൾ മാത്രമേ ഗർഭോപനിഷത്തിലുള്ളൂ. എങ്കിലും അത് വളരെ ആഴത്തില് സൃഷ്ടിയുടെ രഹസ്യങ്ങളെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അത് തുടങ്ങുന്നത് തന്നെ ഓം പഞ്ചാത്മകം പഞ്ചവർത്തമാനം ഷഡാശ്രയം ഷഡ്ഗുണയോഗയുക്തം തേ സപ്തധാതും ത്രിമലം ദിയോനിം ചതുർവിധാഹാരമയം ശരീരം ഭവതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം നമ്മുടെ ഓരോ സൃഷ്ടി നടക്കുന്നതും പഞ്ചഭൂതങ്ങളുടെ അകൃത്യമായ അനുപാതത്തിലുള്ള സംഘാതത്തിലൂടെയാണ്, പഞ്ചീകരണത്തിലൂടെയാണ്.
അപ്പൊ സൃഷ്ടി എങ്ങനെയാണ് നടക്കുന്നത്? പഞ്ചാത്മകമാണ്, ഷഡ്ഗുണ യോഗയുക്തമാണ്, സപ്തധാതുക്കളെ കൊണ്ട് നിറഞ്ഞതാണ്, സപ്തമലങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ശരീരം. ഇപ്പം ചതുർവിധ ആഹാരമയം ശരീരം ഭവതി എന്നിങ്ങനെ ശരീരത്തിന്റെ ഘടനയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഗർഭോപനിഷത്ത് എന്നോട് എന്തെങ്കിലും പറഞ്ഞതാണോ? ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞതായിരുന്നോ സൗണ്ട് കേട്ടത്? അപ്പോൾ ശരീരത്തിന്റെ ഘടനയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഗർഭോപനിഷത്ത് ആരംഭിക്കുന്നത് തന്നെ. നമുക്കറിയാം, രാമായണത്തിലെ സമ്പാദിവാക്യത്തിലാണെങ്കിലും ഭാഗവതത്തിലെ ഭ്രൂണഭാഗവതം എന്നറിയപ്പെടുന്ന 31-ാമത്തെ അധ്യായത്തിലാണെങ്കിലും തിരുമൂലരുടെ തിരുമന്ത്രത്തിലാണെങ്കിലും ഒക്കെ ഈ ഗർഭധാരണ പ്രക്രിയയെ കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഗർഭോപനിഷത്തിൽ തന്നെ പറയും, ഋതുകാലത്ത് ഉചിതമായ രീതിയിൽ ഗർഭാധാനം നടന്നാൽ ശുക്ലശോണിതങ്ങള് ഒരു രാത്രി കൊണ്ട് കലലമായിട്ടും, വളരെ ശാസ്ത്രീയമായിട്ട് വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കൃതിയാണ് പിണ്ഡനദി. സ്തോത്രകൃതി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആരാധ്യ ദേവതയെ സ്തുതിച്ചുകൊണ്ട് ചൊല്ലുന്ന വെറും ഒരു സ്തോത്രകൃതി മാത്രമല്ല പിണ്ഡം. അതുകൊണ്ട് അതിന് ആദ്യം പറഞ്ഞത് ആ ഋഷിയെയും കവിയെയും ശാസ്ത്രകാരനെയും ഒക്കെ സമന്വയിപ്പിക്കുന്ന ഒരു കൃതിയാണ് പിണ്ഡനദി എന്ന് പറഞ്ഞ ആ ശാസ്ത്രീയത. അത്രയും ശാസ്ത്രീയമായിട്ട് ഒരു ഋഷി സൈക്കോളജി മുഴുവനും വളരെ കൃത്യമായിട്ട് തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന ഗൈനക്കോളജി മുഴുവനും വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കൃതിയാണ് പിണ്ഡനദി എന്ന് പറയുന്നത്. അപ്പോൾ ശുക്ലശോണിതങ്ങൾ ഒരു രാത്രി കൊണ്ട് കലലമായും 7 രാത്രി കൊണ്ട് ബുദ്ഭുതമായും 14 ദിവസം കൊണ്ട് പിണ്ഡാകാരമായും 1 മാസം കൊണ്ട് അത് കഠിനമായും 2 മാസം കൊണ്ട് തല, 3-ാം മാസമാകുമ്പോഴത്തേക്കും കാലുകള് രൂപപ്പെടുന്നു, 4-ാം മാസമാകുമ്പോൾ മുട്ടുകള്, വയറ്, അരഭാഗം, 5-ാം മാസത്തിലെ പൃഷ്ഠം, നട്ടല്, 6-ാം മാസമാകുമ്പോൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങള്, വായ്, മൂക്ക്, ചെവി, കണ്ണുകള് എന്നിവ, 7-ാം മാസത്തിലെ ശരീരം കുറച്ചുകൂടെ പുഷ്ടിപ്പെട്ട് 8-ല് അത് പരിപൂർണ ശരീരമായി 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും കഴിയുമ്പോൾ 280 ദിവസമാകുമ്പോൾ ആണത് ആ ഒരു ശിശുവായിട്ട് ആ മാതൃശരീരത്തിൽ നിന്നും പുറത്തേക്ക് പ്രസവം എന്ന പ്രക്രിയയിലൂടെ വരുന്നത്. അപ്പൊ വളരെ കൃത്യമായിട്ട് ഓരോ ശ്ലോകത്തിലൂടെ കടന്ന്, അല്ലെങ്കിൽ ഗർഭോപനിഷത്തിൽ തന്നെ അതിന് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയും, ഉപനിഷദുക്തി രഹസ്യമോർത്തിടേണം, അല്ലേ? ആണോ? ആത്മോപദേശത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടേണം. നമ്മൾ ഈ കൃതികളിലൂടെയൊക്കെ ആഴത്തിൽ ഇറങ്ങി പോകുമ്പോൾ ആ ഉപനിഷത്തുകളെയും കൂടെ ചേർത്ത് വെച്ച് നമ്മൾ പഠനം നടത്തുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ആഴതലങ്ങളിലേക്ക്, അടിസ്ഥാന തത്വങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഗർഭസ്ഥ ശിശുവിന് 9 മാസമൊക്കെ ആകുമ്പോൾ പൂർവജന്മ സ്മരണകൾ ഉണ്ടായി. കഴിഞ്ഞ ജന്മത്തില് ആരുടെയൊക്കെ ഉദരങ്ങളിലാണ് ജനിച്ചിരുന്ന, എവിടെയൊക്കെ ആയിരുന്നു എന്ന വ്യക്തമായ ഒരു ധാരണ കിട്ടുകയാണ്. അപ്പൊ അവിടെ വെച്ച് ആ ഭ്രൂണം ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, ഇനി എനിക്കൊരു ജന്മം വേണ്ട, എനിക്ക് ഭൂമിയിലേക്ക് വരണ്ട. പക്ഷെ ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന ജീവശ്വാസം എടുത്ത ആ നിമിഷം ഈ പൂർവജന്മ വിസ്മൃതി ഉണ്ടാവുകയാണ്. കുഞ്ഞൊരു കരച്ചിലോട് വരികയാണ്, ശരിയല്ലേ? വീണ്ടും സംസാരത്തിലേക്ക് വന്നു പെടുകയാണ്. ഇപ്പൊ രാമായണത്തിൽ തന്നെ പറയും, 10,100,000 യോനികളിൽ ജനിച്ച് എത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം, പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞത്. അപ്പൊ പൂർവജന്മ സ്മരണയുണ്ടായ ശിശു ഭഗവാനോട് തന്നെ ജനിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഭ്രൂണത്തിന്റെ ആ പ്രാർത്ഥനയാണ് ഭ്രൂണ ഭാഗവതം എന്ന് പറയുന്നത്. ഇവിടെ 1-ാമത്തെ പദ്യം, ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ഡം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലി
കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങു ശംഭോ. ആരാണ് ശംഭു? ശംഭു ആരാണ്? ശംഭു ആരാണ്? ശംഭോ ശംഭോ മഹാദേവ ശംഭോ, ശിവ ശംഭോ മഹാദേവ ശംഭോ. ശംഭു ആരാ? ശിവൻ. ആ ശംഭു, ശംഭവിപ്പിക്കുന്നവനാണ് ശംഭു. സദാ മംഗളപ്രദായകനായിട്ടുള്ളത്, മംഗളസ്വരൂപമായിട്ടുള്ളവന്, നമുക്ക് നന്മയെ പ്രദാനം ചെയ്യുന്നവനാണ് ശംഭു, അല്ലെ? അപ്പൊ ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടം. ആരാണ് ഭഗവാൻ? ഭഗവാൻ ആരാ? ഭഗവാൻ ആരാണ്? ആരാണ് ഭഗവാൻ? ഗുരുദേവൻ. എന്തുകൊണ്ട് ഗുരുദേവൻ ഭഗവാനായി? അപ്പൊ ഗുരുദേവനെ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഗുരുദേവനെ ഭഗവാൻ എന്ന് വിളിക്കാൻ കാരണം നമോ ഭഗവതേ നിത്യശുദ്ധ മുക്ത മഹാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് ശിവലിംഗദാസ സ്വാമികള് ഗുരുഷട്കത്തിലൂടെ നമ്മളെ വരച്ചു കാണിച്ചു. നമോ ഭഗവതേ. ഭഗവാൻ ആരാണ്? ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്സ്ത്രിയ ജ്ഞാന വിജ്ഞാനയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരിതഃ. അപ്പൊ ഭഗങ്ങളോട് കൂടിയവൻ, ഷഡ്ഭഗങ്ങളോട് കൂടിയവനാണ്. സമഗ്രമായ ഐശ്വര്യം, സമഗ്രമായ വീര്യം, സമഗ്രമായ ജ്ഞാനം, വിജ്ഞാനം, ഇതെല്ലാം ഉള്ളവരാണ്. ആ ഷഡ്ഗുണങ്ങൾ ആരിലാണോ പൂർണ്ണമായിട്ട് പ്രകാശിക്കുന്നത് അതാണ് ഭഗവാൻ. അപ്പം ഗുരുവിന്റെ തിരുസ്വരൂപം എന്താണെന്ന് ഗുരുവിനെ അനുഭവിച്ചറിഞ്ഞ് ആ ഭക്തി പാരമ്യതയിലെ ഗുരുവിന്റെ പ്രഥമ സന്യസ്ത ശിഷ്യനായിരുന്ന ശിവലിംഗദാസ സ്വാമികൾ കോറിയിട്ടതാണ് ഗുരുഷട്ക. അതിന്റെ 2ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ നമോ ഭഗവതേ നിത്യശുദ്ധ മുക്ത മഹാത്മനെ നാരായണ യതീന്ദ്രായ. നാരായണൻ എന്നു പേരോടുകൂടിയ യതികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. ശരിയല്ലേ? അപ്പം ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ഡം, അടിയനെയല്ല അടിയന്റെ പിണ്ഡം. നമ്മൾ പറഞ്ഞു പിണ്ഡം എന്ന് പറഞ്ഞ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ശുക്ല ശോണിതങ്ങൾ ഒരു 14 ദിവസം കൊണ്ടാണ് അത് പിണ്ഡാകാരമായി തീരുന്നത്. ആ അടിയന്റെ ഒരു ഏകകോശം, അതാണ് ആ പിണ്ഡം. എപ്പേരും അൻപൊടു വളർത്ത, ഏറ്റവും കൃപയോടുകൂടി അൻപോടുകൂടി. അനുകമ്പ ദശകത്തിൽ നമ്മൾ പറഞ്ഞു അരുൾ അൻപ അനുകമ്പ മൂന്നിനും പൊരുൾ ഒന്നാണിതു ജീവതാരകം. പഠിച്ചതല്ലേ നമ്മള്? ആണോ? അനുകമ്പ ദശകമൊക്കെ നിങ്ങൾ എപ്പോഴും ചൊല്ലുന്ന കൃതികളാണ് അല്ലെ? അൻപിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുമാണ്, നമ്മളിൽ നിന്ന് മറ്റുള്ളവരേക്ക് പ്രവഹിക്കുന്ന ആ കൃപ. അപ്പം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവാണ്. കൃപ അനുകമ്പയുടെ അല്ലെ കൃപയുടെ മൂർത്തിമത് ഭാവമാണ്, കാരുണ്യക്കടലായിട്ടുള്ള ആ കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്ന് നിനച്ചു കണ്ടിട്ട്. നമുക്ക് ഈ ഒരു ചെറുവിരലൊന്ന് അലക്കണമെങ്കിൽ പോലും, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ കഴിവ് കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഞാനിവിടെ ഇരുന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പിണ്ടനന്ദി പറഞ്ഞു തരണമെങ്കിൽ അത് അവിടുന്ന് ഒരു നിശ്ചയമുണ്ട്, ഗുരുവിന്റെ ഒരു നിശ്ചയമുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അപ്പം കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്ന അടിയൻ ഒക്കെയും അങ്ങ് ശംഭോ. ആ ശംഭുവിന്റെ പദാരവിന്ദങ്ങളിലേക്ക് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഞാനെന്നോ എന്റേതെന്നോ ഞാൻ ചെയ്യുന്നതെന്നോ എന്ന ഭാവമില്ലാതെ എല്ലാം അവിടുത്തെ ഇച്ഛയാണ്. ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്, ആ കൃപാതിരേകം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നൊരു ശരീരമായിട്ട് ഒരു ജീവനായിട്ട് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ഉള്ളിലെ ആ ശിവം പോയി കഴിഞ്ഞാൽ ഞാൻ ശവമയമായി തീരും. അപ്പൊ ഗർഭത്തിൽ വെച്ച് അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ എന്നെ കാത്ത് സംരക്ഷിച്ചത് ശംഭുവാണ്, ഭഗവാനാണ്, ഈശ്വരനാണ്. ആ ഈശ്വരനോട് ഞാൻ എത്രമാത്രം കൃതജ്ഞത പറഞ്ഞാലും, എത്ര താങ്ക് യു എന്ന് എഴുതിയാലും അത് അധികമാവില്ല. ഇവിടെ പറഞ്ഞു ആദ്യം നന്ദി പറയേണ്ടത് ഭഗവാനോടാണ്, ഈശ്വരനോടാണ്. എവിടെ തൊട്ട് നമ്മൾ പറയണം? നമ്മളിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് മാത്രം പറഞ്ഞാൽ മതി. 9 മാസം
ആ ഇരുട്ടറയില് അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ അന്ന് ബന്ധുക്കളും ഇല്ല, ബലവും ഇല്ല, ധനവും ഇല്ല, ആരും നോക്കാനും ഇല്ല, അന്വേഷിക്കുക. അവിടെ ജനകനും ജനനിക്കും ഒന്നും ഒരു സ്ഥാനവും ഇല്ല. അവിടെ കാത്തു സൂക്ഷിച്ചത് ആരാണ്? ഗർഭത്തിൽ വെച്ച് അടിയന്റെ പിണ്ടത്തെ കാത്തു സൂക്ഷിച്ചത് ആരാണ്? ഭഗവാൻ. ശംഭുവാണ്. ശംഭു അല്ലേ? ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങ് ശംഭോ. അപ്പോഴേ ഒരു ശിശു ഗർഭാശയത്തിൽ വളരുന്ന 280 ദിവസം അല്ലെ, 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും അല്ലെ. ഇപ്പോഴൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള പ്രസവമല്ലാതെ സിസേറിയനൊക്കെ നടക്കുമ്പോൾ ശരിക്കും ആ ഒരു കൃത്യനിഷ്ഠയൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല അല്ലെ. പല കാരണങ്ങളാലും ശസ്ത്രക്രിയയൊക്കെ നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ ഇതിൽ പറഞ്ഞ ആ രീതി നമ്മൾ പിണ്ടനന്ദിയിലൂടെ ഒക്കെ പോകുമ്പോൾ ആ ഒരവസ്ഥയിലൂടെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ. യഥാർത്ഥമായിട്ടുള്ള ആ പ്രപഞ്ച തത്വത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരു ശിശു ഗർഭാശയത്തിൽ വളരുന്ന ആ 280 ദിവസങ്ങളെ 3 ഘട്ടങ്ങളായിട്ടാണ് ആധുനിക ഗർഭശാസ്ത്രം തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ആദ്യ ഘട്ടം എന്ന് പറഞ്ഞത് സൈഗോട്ട് അല്ലെങ്കിൽ അണ്ഡവും ബീജവും കൂടി ചേർന്നതിന് ശേഷമുള്ള ആ 2 ആഴ്ചത്തെ കാലയളവാണ്. ഇപ്പൊ ഋഷീശ്വരന്മാർ നമ്മൾ പറഞ്ഞു കലലം, ബുദ്ഭുതം, ആ പിണ്ഡം, കഠിനം എന്നൊക്കെ അതിനെ പേരിട്ട് വിളിക്കുന്ന ഒരു കാലയളവ്. 1 മാസം കൊണ്ട് അത് കഠിനമായിട്ട് തീരും. അപ്പോഴ് അണ്ഡാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന അണ്ഡം അണ്ഡവാഹിനി കുഴലിനകത്ത് എത്തിച്ചേർന്ന് അപ്പൊ പ്രായപൂർത്തി എത്തി, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ബീജവും അണ്ഡവും തമ്മിൽ ആ ചേരുന്ന ആ ഒരവസ്ഥ. ശരിക്കും നമ്മളൊക്കെ ഒരു കുഞ്ഞിന്റെ ജന്മദിനം ആഘോഷിക്കും. നമ്മളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട് അല്ലെ. ഇന്ന് ആഘോഷങ്ങൾക്ക് വളരെയധികം നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ആ കുഞ്ഞ് പുറത്തേക്ക് വന്ന ആ ജനന ദിവസമാണ് നമ്മൾ ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ശരിയല്ലേ? കേക്കൊക്കെ കട്ട് ചെയ്യും, കുട്ടിയെ ഏതൊക്കെ രീതിയിൽ സന്തോഷിപ്പിക്കാമോ ബർത്ത്ഡേ പാർട്ടി സംഘടിപ്പിക്കും. ശരിയാണോ? യഥാർത്ഥത്തിൽ ജനന മുഹൂർത്തം എന്ന് പറഞ്ഞ എപ്പോഴാണ്? രേതോ രക്തസംഘാതം നടക്കുന്ന ആ പർട്ടിക്കുലർ മൊമെന്റ് ആണ് ജനന സമയം അല്ലെങ്കിൽ ജന്മസമയം എന്ന് പറയുന്നത്. എത്രയും പരിപാവനമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി ഭഗവാന്റെ ആ രേതസ് തന്നെ ഇത് രക്തമൊടും കലർന്ന് നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേ നമ്മൾ ഇനി അടുത്ത ശ്ലോകങ്ങളിലേക്ക് പോകുമ്പം കാണാൻ പറ്റും. ഏതോ രക്തസംഘാതത്തിലൂടെ ഒരു കുഞ്ഞ് ജനിക്കുന്നില്ല, അവിടെ നാദം തിരളണം. ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ആ ഊർജം ആ ശബ്ദോർജമാണ്, ആ പ്രണവ ശബ്ദമാണ്, ആ ഓംകാരമാണ്, ആ നാദോർജമാണ്. ആ ഒരു പർട്ടിക്കുലർ മൊമെന്റ് ആണ് ജനന സമയം. നമ്മളൊക്കെ തിരിച്ചറിയണം. ഇന്ന് നമ്മൾ കാലേക്കൂട്ടി സിസേറിയന്റെ ഡേറ്റും ഒക്കെ കണ്ടുപിടിച്ച് നല്ല നാളും ഒക്കെ നോക്കി ആ ഒരു ഡേറ്റിലെ ശസ്ത്രക്രിയ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ അതാണോ ജനന സമയം? നമ്മൾ ഓരോരുത്തർക്കും തിരിച്ചറിവുണ്ടാകേണ്ട ഒരു സമയമാണ്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ശ്രീനാരായണ ധർമ്മത്തിലൂടെ ഒരു കുഞ്ഞിന് ജനനം കൊടുക്കേണ്ടത് എപ്പോഴാണെന്ന് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ദിവസങ്ങളെയാണ് വർജിക്കേണ്ടത്, എങ്ങനെയായിരിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിയല്ലേ? ഗുരുവിനെ അറിയണമെങ്കിൽ നമ്മൾ സമ്പൂർണ്ണ ഗുരുദേവ കൃതികളും ശ്രീനാരായണ ധർമ്മവും ഗുരുവിന്റെ ശിഷ്യന്മാരെഴുതിയ കൃതികളും ഒക്കെ ഗുരുവിന്റെ ജീവചരിത്രവും അഷ്ടസിദ്ധികളും എല്ലാം നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ആ ഗുരുവിനിലേക്ക് അല്പമെങ്കിലും നമുക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കും. ഭഗവാൻ നമുക്ക് പറഞ്ഞു തരാത്ത ഏതെങ്കിലും ഉണ്ടോ? അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുമ്പോൾ തൊട്ട് മരണശേഷം ആ അപരക്രിയ എങ്ങനെ നടത്തണമെന്ന് വരെ വളരെ വ്യക്തമായിട്ട് 10 സർഗങ്ങളിലായിട്ട് ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ശരിയല്ലേ? ആണോ? അപ്പൊ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകേണ്ട കാലമായോ? ഏസോർണോ? ആയില്ലേ? ഓക്കെ. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണം. നമ്മൾ ജന്മദിനം ആഘോഷിക്കുമ്പോൾ കറക്റ്റ് ജന്മദിനം ആണോ നമ്മൾ ആഘോഷിക്കുന്നത്? ശരിയല്ലേ? അപ്പൊ ഒരു കുഞ്ഞ് ആദ്യം ജനിക്കുന്ന എവിടെയാണ്? അച്ഛന്റെ അമ്മയുടെ ഉള്ളിലാണ്, മനസ്സിലാണ്. ആ ഒരു സമയം എത്രയോ പ്രാർത്ഥനാ നിർഭരമായിട്ട് ഭഗവാനിലേക്ക് പൂർണ്ണ സമർപ്പണത്തിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആത്മബോധം ശരിക്കും പറയേണ്ട ഈ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന കുട്ടി ലേഡീസ് എന്നും ചൊല്ലേണ്ട കൃതിയാണ് പിണ്ടനന്ദി. ആത്മബോധമുള്ള കുഞ്ഞ് ജനിക്കാനായിട്ട്
ഈ പിണ്ടനന്ദിയൊക്കെ എന്നും നിത്യവും ജപിച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞു പോലും എന്താണ് ആത്മബോധത്തോടെയുള്ള ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ നമുക്ക് പറ്റും. ശരിയല്ലേ? ഇതൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ ശ്രീനാരായണ ധർമ്മവും പിണ്ടനന്ദിയും ഒക്കെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അവബോധമുണ്ട്. അതേപോലെ ഗുരുവിലെ ആ ശാസ്ത്രകാരനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കൃതിയാണ് പിണ്ടനന്ദി എന്ന് പറഞ്ഞ ഹ്യൂമൻ അനാട്ടമി. ഒരു ഋഷിയാണ് എങ്കിലും എത്ര വ്യക്തമായിട്ട് 9 ശ്ലോകങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചു തന്നിരിക്കും. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഭ്രൂണ അവസ്ഥയാണ്. അപ്പൊ 2 ആഴ്ച മുതൽ 8 ആഴ്ച വരെയുള്ള കാലയളവാണത്. അപ്പം ഭ്രൂണത്തിന്റെ വളർച്ചയും സുരക്ഷയ്ക്കും ആവശ്യമായ പ്രധാന ഒരുക്കങ്ങളൊക്കെ ഭഗവാൻ നടത്തും. അമ്നിയോട്ടിക് ഫ്ലൂയിഡിനകത്ത് ഒരു സഞ്ചിക്കകത്ത് പുറത്തുനിന്ന് ഒരു തട്ടോ മുട്ടോ ഒക്കെ കിട്ടിയാലും ഒരാഘാതവും കുഞ്ഞിനേൽക്കാത്ത രീതിയിൽ എത്ര സുരക്ഷിതമായിട്ടാണ് ആ 9 മാസം ആ അറയ്ക്കുള്ളിൽ അല്ല എയർ കണ്ടീഷൻ റൂമിൽ കിടത്തണ പോലെ കിടത്തിയിരിക്കുന്നത്. ശരിയല്ലേ? ചിന്തിച്ചു നോക്കിക്കേ. ആണോ? അതെ അതെ. ആണ് എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല അതിനു നീ അരുളീട് ശംഭോ എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്റെ തമ്പുരാന്റെ കളിയല്ലാണ്ട് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസത്തിന് നന്ദി പറയണം, ജ്ഞാനത്തിന് നന്ദി പറയണം, തൊഴിൽ നന്ദി പറയണം. ഏത് MBBS പാസ്സായാലും ഏത് ഗൈനക്കോളജിസ്റ്റിനും ഇതിന് സാധിക്കുവോ? ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചു. ഒരു തുള്ളി ബ്ലഡ് എങ്കിലും കൃത്രിമമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ ഇന്ന് വരെ ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മളൊക്കെ അഹങ്കരിക്കുന്ന എവിടെ നിൽക്കുന്നു? ശരിയല്ലേ? ഇതൊക്കെ എൻ തമ്പുരാന്റെ കളിയാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നു തമ്പുരാന്റെ കളി കൊണ്ട് തന്നെയാണ്. അവിടുത്തെ ഒരു നിശ്ചയമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നിങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഇരുന്ന് കൃതികൾ ആലപിക്കാനും അല്പമെങ്കിലും കൃതികളെ കുറിച്ച് മനനം ചെയ്യുവാനും ഒക്കെ നമുക്ക് ഒരവസരം വന്നു ചേർന്നത് ആ തമ്പുരാന്റെ ശംഭുവിന്റെ കാരുണ്യ അതിരേകം ഒന്നുകൊണ്ട് മാത്രമാണ്. മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഫീറ്റസ് എന്ന 3-ാം ഘട്ടം. ശരീരത്തിന്റെ ഘടന പൂർണ്ണമാവുകയാണ്. നമ്മൾ പറഞ്ഞു ഒരു 9 മാസമൊക്കെ ആകുമ്പോഴത്തേനും പൂർണ്ണ അവസ്ഥയിലേക്ക് വന്ന് അപ്പോഴാണ് ആ പൂർവജന്മ സ്മൃതികളിലൊക്കെ ആ കുഞ്ഞിലേക്ക് ഉണ്ടാവുന്നത്. അപ്പോഴ് ഗർഭത്തിന്റെ 3-ാം മാസം മുതൽ പ്രസവം വരെയുള്ള കാലയളവാണ് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ രൂപപ്പെട്ട് പൂർണ്ണ വളർച്ച എത്തുന്നത് ഈ സമയത്താണ്. ഇപ്രകാരം അണ്ഡവും ബീജവും സംയോജിക്കുന്ന നിമിഷം മുതൽ ഭഗവാൻ എത്രമാത്രം കരുതലോടുകൂടിയാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. ആ ഒരു സംരചനയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി തനിക്ക് ഇരിക്കാനുള്ള എൻ്റെ ആത്മാവിനല്ലെങ്കിൽ ഇരിക്കാനുള്ള ഒരു കൂട് നമുക്ക് ഉണ്ടാക്കി തന്നു. അല്ലെ? ഭഗവത്ഗീതയിലൊക്കെ പറയും മരണം എന്നൊക്കെ പറഞ്ഞാൽ ആത്മാവിന്റെ ജീർണവസ്ത്രം മാറലാണ്. അപ്പൊ ആത്മാവാകുന്ന യാത്രക്കാരനിരിക്കുന്ന ഒരു രഥം മാത്രമാണ് നമ്മുടെ ശരീരം. കഠോപനിഷത്തിൽ ഒക്കെ പറയാറുണ്ട്. ആത്മാവാകുന്ന യാത്രക്കാരൻ ഇരിക്കുന്ന ആ ശരീരമാകുന്ന രഥം ഇരിക്കാനുള്ള ഒരു കൂട് മാത്രമേ ഉള്ളൂ. വിവേക ചൂടാമണിയിലൊക്കെ ശങ്കര ഭഗവത്പാദർ പറയും മനോഹരമായ ഒരു തൊലി കൊണ്ട് പൊതിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതിനെ എന്ന് കാക്ക കൊത്തിക്കൊണ്ട് പോയേനെ. അല്ലേ? ആത്മോപദേശ ശ്ലോകം പറയും തൊലിയും എലുമ്പും അലം ദുരന്തം അന്തക്കലകളുമേന്തും അഹന്തയൊന്ന് കാണുക പൊലിയും ഇതന്യ പൊലിഞ്ഞു പൂർണ്ണമാകും വലിയൊരഹന്ത വരം തരേണം. ശ്രേഷ്ഠമായ വരം തരണം. എന്റെ അഹന്ത ഇതൊക്കെ വെറും എന്താണ്? ഇവിടെ പറഞ്ഞു ഗർഭോപനിഷത്തിന്റെ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു എന്താണ്? തേ സപ്തധാതും ത്രിമലം ദിയോനും ചതുർവിധ ആഹാരമയം ശരീരം ഭവതി എന്ന് പറഞ്ഞു. സപ്തമലങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. ഗാത്രം നിലയ്ക്കൽ മലമൂത്രസ്ഥ പാത്രം ഇതെന്ന് വിശാഖഷ്ഠിയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. മണ്ഡല ദേവീസ്തവത്തിൽ ഭഗവാൻ പറയും കങ്കമാദികൾ അശിച്ചിടുന്നൊരശനം കളേബരം ഇതല്ലയോ. ഇത് വല്ല ശവന്തീനി പക്ഷികൾക്കൊക്കെ കഴുകൻ ആദിയായിട്ടുള്ള ശവന്തീനി പക്ഷികൾക്ക് തിന്നാനുള്ളതല്ല. ഇതിന് ശിവൻ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ശവമായ ജഡികമല്ല ഇത്. ആണോ? ഈ പുറമേ കാണുന്ന ഈ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞ ജഡികമല്ലേ? ആണോ? ഇതിനെയല്ലേ നമ്മൾ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണോ? സേവന രീതിയിലുള്ളവർ കുറച്ച് ആത്മപോഷണത്തിനും കൂടെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചതയ ദിനങ്ങളിലെങ്കിലും ഇതുപോലെയുള്ള സത്സംഗങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും വളരെ സന്തോഷമുണ്ട്. കുട്ടികളെ ഇതിൽ പങ്കെടുപ്പിക്കുന്നതാണ് എനിക്ക് ഏറ്റവും എടുത്തു പറയത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്.
കുട്ടികൾ കീർത്തനങ്ങൾ ആലപിക്കുന്നു, അവർക്ക് പഠന ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നു. അത് വളരെ നല്ലത്, ശരിയല്ലേ? നമ്മൾ അവരെയാണ് ശരിക്കും ഗുരു കാട്ടിത്തന്ന വഴിയിലൂടെ ആ ഗുരുപദത്തിൽ ചരിക്കുവാനും ഗുരുവിനെ അറിയുവാനും ഗുരു കാരുണ്യം ആവോളം നേടുവാനായിട്ട് പ്രാപ്തരാക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മളിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും സേവനം UK അത് ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ വളരെ കൃത്യനിഷ്ഠയോടുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അറിയുമ്പോൾ മനസ്സിനത് വളരെ ഒരു നിറവാണ്, സന്തോഷമാണ്, അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന നല്ലൊരു ഉദ്യമം തന്നെയാണ്. നാട്ടിലും പഠന ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ കുട്ടിയൊക്കെ ഇവിടുന്ന് ആ കുട്ടിയൊക്കെ വിനായകാഷ്ടകമൊക്കെ അവർക്ക് മലയാളം ശരിക്കും അറിയത്തില്ല എങ്കിൽ പോലും നവദേവവൃന്ദം ലസദ്വേദവൃന്ദം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിനൊരു ഭയങ്കര ആനന്ദത്തിന്റെ ഒരു നിറവുണ്ട്. അത് നമ്മൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു അവാച്യമായ ഒരു അനുഭൂതിയുടെ തലമാണ്. അത് വാക്കുകളിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതിനും അപ്പുറത്തേക്കാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഈ ഒരു അവസ്ഥയിൽ നിന്നും, ആ ഗർഭത്തിൽ കിടന്ന ആ പിണ്ഡം അന്ന് അനങ്ങാൻ പറ്റുന്നില്ല, ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിനകത്ത് കിടക്കുന്ന ഈ 9 മാസം ആരും സംരക്ഷിക്കാനില്ലാത്തൊരവസ്ഥയില്, അപ്പൊ ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ഡം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്ന് നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്ന അടിയനൊക്കെയും അങ്ങ് ശംഭോ. അപ്പൊ അടിയന്റെ പിണ്ഡം എന്ന് പറഞ്ഞിരിക്കുകയാണ്. വളരെ ശ്രദ്ധേയമാണ്. അടിയനെയല്ല, അടിയന്റെ പിണ്ഡത്തെയാണ് ഭഗവാൻ വളർത്തിയത്. ഇപ്പൊ പ്രപഞ്ച അനുഭവം നുകരാൻ ജീവാത്മാവിന് പിണ്ഡം കൂടിയേ കഴിയൂ. അപ്പൊ പിണ്ഡത്തിനകത്തിരിക്കുന്ന ആ ചൈതന്യത്തിന് ഉൽപ്പത്തിയോ വളർച്ചയോ നാശമോ ഇല്ല. വരും 6 വിധം വികാരവും വരുമാറില്ല അറിവിന്. അസ്ഥി, ജന്മം, വൃദ്ധി, പരിണാമം, അപക്ഷയം, വിനാശം, ഇതെല്ലാം നമ്മുടെ സ്ഥൂല ശരീരത്തിനുണ്ട്. നമുക്കറിയാമോ, നമ്മൾ ഉണ്ടാകുന്നു, വളരുന്നു, അത് കഴിയുമ്പോൾ നമ്മുടെ ത്വക്കൊക്കെ തുക്കിച്ചുളയുന്നു, മുടി നരയ്ക്കുന്നു, നമ്മളുടെ രൂപമാറ്റം സംഭവിക്കുന്ന അവസാനം അത് ആ വിനാശത്തിലേക്ക്, നമ്മൾ എവിടുന്നാണോ വന്ന അങ്ങോട്ട് ഏതോ ധർമാത്മനോ ദൃശ്യമായാതമേന ജീത്മതി യസ്മിൻ വിലയമാപ്നോതി തസ്മാത് സർവം തദാത്മകം എന്ന് ശ്രീനാരായണ ധർമ്മത്തിൽ. ഏതൊരു ധർമ്മ ചൈതന്യത്തിൽ നിന്നാണോ ഈ കാണപ്പെടുന്നതെല്ലാം ഉണ്ടായി നിലനിന്ന് യാതൊന്നിലേക്കാണോ വിലയം പ്രാപിക്കുന്നത്, അല്ലേ? എന്നാല് ആ പരമമായ ചൈതന്യത്തിന്, ആ ആത്മാവിന് മരണമില്ല. നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെയിരിക്കും. നാം അറിവിന്റെ സ്വരൂപമാണ്, പ്രകാശ സ്വരൂപമാണ്, ജ്ഞാനസൂര്യനാണ്, ജ്ഞാനപ്രകാശമാണ്. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അനസ്യൂതം ജ്ഞാനപ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ലൈറ്റ് ഓഫ് ദ യൂണിവേഴ്സ് ആണ്. നമ്മൾ ഗദ്യപ്രാർത്ഥനയിൽ പഠിച്ചു കഴിഞ്ഞു, ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു തന്നു. മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസുരരാതിയുമില്ല നാമരൂപം, മരിവിലമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു പൊരുളാം പൊരുളല്ല ഇതോർത്തിടേണം. ആത്മാവസ്ഥ വീണ്ടും പറയുകയാണ്. ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം, ഇതൊന്നും നമ്മെ, അപ്പൊ ജനന മരണങ്ങൾക്കുമെല്ലാം അപ്പുറത്താണ് ആത്മചൈതന്യം. അപ്പോഴോ മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും. അപ്പൊ ഉണ്ടായി ജനിച്ച് വളർന്ന് ജീർണിച്ച് മരിച്ചു പോകുന്ന ഈ ശരീരത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? ആരാ യഥാർത്ഥ ഉടമസ്ഥൻ? എന്തോ? ഭഗവാനാണ്, ശംഭുവാണ്, അല്ലേ? അപ്പൊ ശംഭുവാണ്. അപ്പൊ ശംഭുവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ന് വ്യവഹരിക്കുന്ന ഈ ശരീരം എനിക്ക്, എൻ്റെ ആത്മാവിന് ഇരിക്കാനുള്ള ഒരു കൂട് എനിക്ക് ലഭിച്ചത് ഈ ശംഭുവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതിന്റെ അർത്ഥം യഥാർത്ഥ ഉടമസ്ഥൻ ശംഭുവാണ് എന്നതാണ് സത്യം. അപ്പൊ നാം പണിയിക്കുന്ന ഈ വീടിന്റെ ഉടമസ്ഥൻ ആരാണ്? നാമാണ്. ശരിയാണോ? ആരാ ഇവിടെ വീട് പണിതത്? നമ്മളൊരു മനോഹരമായ വീട് പണിതു, നമ്മൾ ഒരു 10, 2000, 3000 ഒക്കെ സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് പണിത് സൗദമായ എല്ലാവിധ ആധുനിക സജ്ജീക. അപ്പൊ നമ്മൾ പണിയുമ്പോൾ നമ്മൾ അതിന്റെ ഉടമസ്ഥനാണ്. ഇവിടെ ഈ വീട് പണിതിരിക്കുന്ന ആരാ? അതിന്റെ ആർക്കിടെക്റ്റ്? ഭഗവാൻ, ശംഭുവാണ്. അപ്പൊ ആ ശംഭുവിനോടാണ് നമ്മള് അനുകമ്പാദശകത്തിൽ പറയും, ഒരു വീട എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും. സദാ ഈശ്വര സ്മരണ നിന്നിൽ ഉണ്ടായിരിക്കണം. രാവിലെയും വൈകുന്നേരവും മാത്രം വിളക്ക് വെച്ച് നാമം ചൊല്ലിയാൽ മാത്രം, എപ്പോഴും
നീ എവിടെയൊക്കെ ആയിരിക്കണം, ഈശ്വര സ്മരണ നിന്നിൽ നിന്നും വിട്ടുപോകരുത്. കാരണം നിനക്ക് ഈ ശരീരം തന്നത്, അതാ ഞാൻ പറഞ്ഞ നന്ദി പറയാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. നിനക്ക് ഈ ശരീരം തന്നത്, എന്റെ കണ്ണിന് നന്ദി, എന്റെ കാതിന് നന്ദി, എന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കും എന്റെ കർമ്മേന്ദ്രിയങ്ങൾക്കും എല്ലാം നമ്മൾ നന്ദി പറയണം. ശരിയല്ലേ? കാതിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെ ഇപ്പൊ നമുക്കിത് കേൾക്കാൻ പറ്റുമോ? കണ്ണിന് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെ നമുക്ക് കാണാൻ പറ്റുമോ? മൂക്കിന് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മണക്കാൻ പറ്റുമോ? നമ്മൾ ഓർത്ത് നോക്കിക്കേ. അപ്പൊ നമ്മളിൽ സദാ ഒരു ഈശ്വര സ്മരണ ഉണ്ടാവണം. അപ്പൊ നമുക്ക് ഇനി നന്ദി പറയേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ശരിയല്ലേ? അപ്പൊ കൊച്ചു ആദ്യം പറഞ്ഞു അച്ഛനോടും അമ്മയോടും നന്ദി പറയണം. ഇപ്പൊ മോള് തിരുത്തി പറയും അച്ഛനും അമ്മയും മാത്രമല്ല എനിക്ക് നന്ദി പറയേണ്ട കുറെ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട്. ശരിയല്ലേ? നാളെ ആകുമ്പോ ഒരു 50 എഴുതും, നാളത്തെ കഴിഞ്ഞാകുമ്പോൾ 100 എഴുതും, അത് പിന്നെ 150 200 500 1000 അങ്ങനെ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം എല്ലാത്തിനും നന്ദി പറയണം. ശരിയാണോ മക്കളെ? ആണോ? അതെ. അതെ, ശരിയായിട്ട്. അപ്പോഴ് നാം ഇച്ഛിക്കുന്നത് പോലെയല്ലല്ലേ, നമ്മുടെ ആഗ്രഹങ്ങൾ പോലെയല്ല നമ്മുടെ ജീവിതം വഴിത്തിരിഞ്ഞു പോകുന്നത്. ഇതെല്ലാം കൽപ്പിച്ച പോലെയാണ്, ഭഗവാന്റെ കൽപ്പന പോലെയാണ് ജീവിതങ്ങൾ ഓരോന്നും വരുന്നത്. അപ്പം ഗർഭത്തിൽ തുടങ്ങി പിണ്ടത്തെ കാത്തുരക്ഷിച്ചു പോരുന്ന അധികാരിയാണ് ശംഭു. അപ്പൊ ഇക്കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാം ശംഭുവില് സമർപ്പിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പൊ പരിപൂർണമായ സമർപ്പണമാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ. വെറും ഒരു കീർത്തനം ചൊല്ലുന്നത് കൊണ്ടോ ക്ഷേത്രങ്ങളിൽ പോകുന്നത് കൊണ്ടോ വഴിപാടുകൾ കഴിക്കുന്നതോ ഭക്തിയാകൂ? ഭഗവാൻ ദർശനമാലയില് യഥാർത്ഥ ഭാഗവതത്തിലൊക്കെ നവതാ ഭക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആത്മനിവേദനം, പൂർണ്ണമായ സമർപ്പണം, ഭക്തി ആത്മാ അനുസന്ധാനം, ആത്മാ ആനന്ദഘനോയത എന്ന ഭക്തി ദർശനത്തിന്റെ പ്രഥമ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞു. അപ്പൊ യഥാർത്ഥ ഭക്തി എന്ന് പറയുമ്പോൾ ഈ പുറമേ കാണുന്നത് മാത്രമല്ല, പിന്നെയോ പൂർണ്ണമായിട്ട് ആ പരമമായ ചൈതന്യത്തിലേക്ക്, ആ ശംഭുവിലേക്കുള്ള സമർപ്പണമാണ്. അപ്പൊ നാം ഓരോരുത്തരും ഇന്ന് സമർപ്പിത ചേതസ്സുകളായിട്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ മാത്രം സമാശ്രയിച്ചുകൊണ്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ശരിയാണോ? അപ്പൊ മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട, വനമലർ കൊയ്തും അതല്ലയായിൽ മായാ മനു ഉരുവിട്ടുമിരിക്കിൽ മായ മാറുമെന്ന് ആത്മോപദേശ ശതകത്തിന്റെ 29ാമത്തെ മന്ത്രത്തിലൂടെ ഭഗവാൻ നമുക്ക് ജ്ഞാനോപദേശം നൽകുന്നുണ്ട്. മനമലർ കൊയ്ത് മഹേശന് പൂജ ചെയ്യണം. ഇത്ര എളുപ്പമുള്ള കാര്യമാണ് മനമലർ കൊയ്യുക എന്ന് പറഞ്ഞത്. മനസ്സിനെ സൗരഭ്യമുള്ള ഒരു പുഷ്പമാക്കി മാറ്റി ആ പുഷ്പത്തെ എറുത്തെടുത്ത് ഭഗവാന്റെ പാദത്തിലേക്ക് അർച്ചനാ പുഷ്പമായിട്ട് സമർപ്പിക്കണം. ഇവിടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ ആ ഒരു അർച്ചന ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ നമ്മുടെ 1 മണിക്കൂർ സമയം വ്യർത്ഥമായി എന്ന് ഞാൻ പറയും. നമ്മൾ എവിടെയായിരിക്കുമ്പോഴും ഏത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് എവിടെയായിരിക്കണം? യതിവര്യ പാതാരവിന്ദം നമാമി. മനസ്സ് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലായിരിക്കണം. ശരിയല്ലേ? തീർച്ചയായിട്ടും. അതെ. തീർച്ചയായിട്ടും നമ്മൾ പൂർണ്ണമായും സമർപ്പിത ചേതസ്സുകളായിട്ടാണ് ഇവിടെ ഇരിക്കുക. മനമലർ കൊയ്യാൻ നമുക്ക് പറ്റണം. ഭഗവാൻ തന്നെ പറഞ്ഞു മനമലർ കൊയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യണം? വനമലർ കൊയ്യണം. ഈ വനമലർ എവിടുന്ന് കിട്ടും? അവിടെ യിലൊക്കെ മലരുണ്ടോ, പുഷ്പങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇവിടെയാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ പുഷ്പങ്ങളൊക്കെ കുറവാണ്. തമിഴ്നാട്ടിൽ നിന്ന് എവിടെയൊക്കെ വരുന്ന റോസ് പെറ്റൽസോ അല്ലെങ്കിൽ ബന്ദിയോ മുല്ലയോ ഒക്കെ ഇങ്ങനെ വേണം നമുക്ക് എന്തെങ്കിലും ആകും. ഇനിയിപ്പോ ഓണമൊക്കെ വരുമ്പോൾ അത്തപ്പൂക്കളത്തിനൊക്കെ നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന പൂക്കളെയാണ് കൂടുതലും ആശ്രയിക്കാറുള്ളത്. ഭഗവാൻ ഉദ്ദേശിച്ച കാട്ടുപൂക്കളല്ല, നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂജാപുഷ്പങ്ങൾ, ചെത്തിയാണെങ്കിലും തുളസിയാണെങ്കിലും അങ്ങനെയുള്ള പൂജാപുഷ്പങ്ങൾ, മന്ദാരമാണെങ്കിലും അങ്ങനെയുള്ള പൂജാപുഷ്പങ്ങൾ ഇറുത്തെടുത്ത് ചൈതന്യസ്വാമികൾ നമുക്ക് അഷ്ടോത്തര ശതനാമാവലിയിലൂടെ ഗുരുവിന്റെ സ്വരൂപം നമുക്ക് വരച്ച് കാണിച്ചിട്ട് 108 മന്ത്രം തന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ചതയ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇതിനു മുമ്പ് ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടുണ്ട്. ക്ലാസ് എടുക്കാൻ അല്ലാതെയും പ്രകാശേട്ടനൊക്കെ എനിക്ക് ലിങ്ക് ഇട്ട് തരുമ്പോൾ പറ്റുമ്പോഴൊക്കെ കയറാറുണ്ട്. ശരിയല്ലേ? അപ്പൊ വളരെ സന്തോഷം തോന്നും. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പോലും ഭഗവാന്റെ പാദങ്ങളിലേക്ക് അർച്ചന അതാണ്
വനമലർ കൊയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് കുറെ പുഷ്പങ്ങളെ കൊണ്ടുവന്ന് കഴുകി ശുദ്ധമാക്കി കൊണ്ടുവന്ന് ഓരോന്നും ഓം ശ്രീനാരായണ പരമഗുരവേ നമുക്ക് സത്വഗുണോത്തമായ നമുക്ക് നമ്മള് ആനന്ദസ്വരൂപായ നമുക്ക് വീതരാഗ ഭയക്രോധ ശോക മോഹ മനസ്സായ നമഃ എന്ന് പറയുമ്പോൾ ഓരോ മന്ത്രത്തിന്റെയും അർത്ഥം അറിഞ്ഞുകൊണ്ട് ഒരു പുഷ്പം ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് പൂർണ്ണ സമർപ്പണമല്ലേ? ആണോ? 108ാമത്തെ മന്ത്രം നമ്മൾ ഓം അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപായ നമഃ എന്ന് പറയുമ്പോൾ ആ ഭഗവാന്റെ തിരുസ്വരൂപം നമ്മുടെ മനസ്സിൽ തെളിയാറില്ലേ? ഉണ്ട്. ഇനി അതിനും പറ്റിയില്ലെങ്കിലോ ഇവിടെ പറഞ്ഞതുപോലെ മനമലർ കൊയ്യാൻ പറ്റുന്നില്ല, വനമലറും കൊയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? മായാ മനു ഉരുവിട്ടും ഇരിക്കിൽ മായ മാറും. ഈ കീർത്തനങ്ങളൊക്കെ ദിവസവും നമ്മൾ ജപിച്ചു തുടങ്ങി. ഭഗവാൻ നമുക്ക് 33 സ്തോത്രകൃതികൾ തന്നെ, പിണ്ടതന്തിയൊക്കെ ഒരു ഞാൻ പറഞ്ഞു, ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകളൊക്കെ എല്ലാ ദിവസവും വയറിൽ കൈവച്ചുകൊണ്ട് തന്നെ പിണ്ടതന്തി ചൊല്ലണം. ചൊല്ലിക്കഴിയുമ്പോൾ നമുക്കറിയാം ആ കുഞ്ഞിനുണ്ടാകുന്ന ഒരു ആത്മബോധമുള്ള ഒരു കുഞ്ഞാണ് ജനിച്ചു വരുന്നത്. ശരിയല്ലേ? അതിന് പകരം നമ്മൾ കൊല്ലും കൊലയും മാത്രം ഉള്ള ഈ സീരിയലുകളും സിനിമയൊക്കെ കണ്ടോണ്ടിരിക്കണമെങ്കിലോ എന്നെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിടും. ഇതാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. ശരിയല്ലേ? ആണോ? ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീ ഒരു പെൺകുട്ടി എപ്പോഴും ശ്രവിക്കേണ്ട സത്കഥാശ്രവണം. ഭഗവാൻ ശ്രീനാരായണ ധർമ്മത്തിൽ പറയേണ്ട നല്ല ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യണം, നല്ല കഥകൾ കേൾക്കണം, നല്ല പാട്ട് കേൾക്കണം. എന്താണോ ആ സമയത്ത് കേൾക്കുന്ന അതെല്ലാം ഉള്ളിക്കിടക്കുന്ന കുഞ്ഞ് അതിനെ ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ശ്രീനാരായണ ധർമ്മം പഠിച്ചവർക്കൊക്കെ എന്താണ്, നല്ല ഒരു ആത്മബോധമുള്ള കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള റിഹേഴ്സൽ ആയി കഴിഞ്ഞു. ഭഗവാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു അല്ലെ? പിണ്ടതന്തിയും ശ്രീനാരായണ ധർമ്മം ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ അതിനുള്ള അടിസ്ഥാന കോഴ്സ്, ബേസിക് പ്രിലിമിനറി കോഴ്സ് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഏത് രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പൂർണ്ണ സമർപ്പണമാണ് ഭക്തി. നമ്മൾ വനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വനമലർ കൊയ്യാം, അതും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ കീർത്തനങ്ങളൊക്കെ ഉരുവിടാം. ശരിയല്ലേ? അപ്പോഴും നമ്മുടെ മനസ്സ് ഭഗവാന്റെ പാദങ്ങളിലേക്ക് ചെല്ലും. ബാഹുലേയ അഷ്ടകം പോലെയുള്ള ബീജമന്ത്രങ്ങളെ കൊണ്ടുള്ള 8 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള സ്തോത്രകൃതികളൊക്കെ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാല് ഭഗവാന് നമ്മളെ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഈ ബാഹുലേയാഷ്ടകമൊക്കെ എന്തിനു വേണ്ടി നമുക്ക് എഴുതി തന്നതാണ് ഭഗവാൻ. ഓരോ കൃതിയും രചിക്കുമ്പോൾ അതിന് രചനാ പശ്ചാത്തലമുണ്ട്. രോഗദുരിതങ്ങളും ബാധോപദ്രവങ്ങളും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടി ഭഗവാൻ ബീജമന്ത്രങ്ങൾ കൊണ്ട് നമുക്ക് രചിച്ചു തന്നാണ് ബാഹുലേയ അഷ്ടകം. ഞാനിപ്പോ ഇതെന്റെ മനസ്സിലേക്ക് വരാനൊരു കാരണവും കൂടെ ഉണ്ട്. പറഞ്ഞു വന്നപ്പോ പെട്ടെന്ന് ബാഹുലേയാഷ്ടകം കിട്ടാന് ഞങ്ങൾക്കൊരു ഗുരുമന്ദിരമുണ്ട്. ഞങ്ങളുടെ ഗുരുമന്ദിരത്തില് പ്രതിഷ്ഠ വെച്ചതിന്റെ 4ാമത്തെ വാർഷികമായിരുന്നു ഇന്നലെ. അപ്പൊ ശിവഗിരി മഠത്തിന്റെ മുൻ പ്രസിഡന്റും ഇപ്പോഴ് ചേവണ്ണൂർ കളരിയുടെ ഇൻചാർജ് വഹിക്കുന്ന പത്മശ്രീ അവാർഡ് ജേതാവൊക്കെ ആയിട്ടുള്ള വിശുദ്ധാനന്ദ സ്വാമിജികൾ വന്ന് ഗുരുവിനാൽ വിരചിതമായ ഹോമമന്ത്രത്താൽ 21 ഹോമകുണ്ടങ്ങളിൽ ഞങ്ങളൊരു സമൂഹ ശാന്തിഹവനം നടത്താനായിട്ട് സ്വാമിജി വന്നു. സ്വാമിജി അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ സമയം അപഹരിക്കുവാണോന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു വന്നപ്പോ ഓക്കെ. അപ്പൊ സ്വാമിജി ഇത് ഹോമമന്ത്രം 8 പ്രാവശ്യമൊക്കെ ചൊല്ലി അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് വിനായകാഷ്ടകവും അതിനെയും ഗണപതി ഹോമത്തിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവന്നു. അടുത്തത് ഞങ്ങളുടെ ഭഗവാൻ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് ഭഗവാന്റെ ജ്ഞാനചക്ഷുസ് കൊണ്ട് പവിത്രീകരിച്ച പുണ്യധാമത്തിലെ സുബ്രഹ്മണ്യസ്വാമിയുടെ കോവിലാണ്. അതിനോട് ചേർന്നുള്ള ഗുരുമന്ദിരമാണ്. അപ്പൊ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആയതുകൊണ്ടും ഭഗവാന്റെ തൃക്കൺ പാർത്ത മണ്ണായതുകൊണ്ടും സുബ്രഹ്മണ്യന്റെ സ്തോത്രം തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് ബാഹുലേയ അഷ്ടകം ഉപയോഗിച്ചൊരു ഹോമം നടത്തി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ബാഹുലേയ അഷ്ടകം ഹോമ സമാനമായിട്ട് കേട്ടിട്ടുണ്ടോ? സ്വാമിജി അതിൽ പറയുമ്പോ ഓം 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 ഹോമ ധൂമ പ്രകടതട ജഡായ സ്വാഹ എന്നങ്ങ് പറയുമ്പോൾ ആ ശക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഹ്രീം 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 ഹൃഷ്ടഷഡ്ഖന്ധരായ സ്വാഹ. ഓരോ മന്ത്രവും അതിനെ ഓരോ ലൈനെ പദച്ഛേദം ചെയ്ത് അതിനെ ഹോമത്തിലേക്ക് സമർപ്പിക്കുന്ന രീതിയിൽ എള്ള് സമർപ്പിച്ചൊരു ഹോമം അങ്ങ് നടത്തി 2 മണിക്കൂർ. അപ്പൊ അതെന്റെ മനസ്സിൽ നിന്ന് ആ ടച്ച് വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞു വന്നപ്പോൾ അത് കയറി വന്ന്. ഈ ബാഹുലേയ അഷ്ടകമൊക്കെ നമ്മൾ നിരന്തരം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ മായ മാറാതിരിക്കുവോ? ഇതെല്ലാവരും മായയാണല്ലോ. ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചമൊക്കെ ഉണ്ടോ? ഇതൊക്കെ നമുക്ക് നാ വിദ്യതേ യാസ്ത മായ ആണോ? മായ ഉണ്ടാക്കി കാണിക്കുന്ന ഉണ്ടെന്നുള്ളൊരു തോന്നലുകളല്ലേ? അപ്പൊ ഇത് മായ മാറിക്കിട്ടണമെങ്കിൽ
മനസ്സിന്റെ ആ വിക്ഷേപവും ആഭരണമൊക്കെ സുബ്രഹ്മണ്യ കീർത്തനത്തിന്റെ 12ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുള്ള സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു തന്ത്രൻ മറഞ്ഞു തട്ടിപ്പെരുക്കി പെരുവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്കുത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. അല്ലേ? മനസ്സിന്റെ വിക്ഷേപവും ആവരണവും ഒക്കെ മാറി എന്റെ ഉള്ളില് ജ്ഞാനസൂര്യൻ ഉദയം ചെയ്തു. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു. അത് ഏത് സൂര്യനാണ്? ദിനകരൻ ആരാണ്? സൂര്യനാണ്. ജ്ഞാനസൂര്യൻ ഉദിച്ചു. ഒരു 10,000 ആതിഥേയർ ഒന്നായി വരുவது പോലെ വരും വിവേകവൃത്തി. ഒരു കോടി ദിവാകരിലൊത്തുയരും പടിപാരൊട് നീരനലാദികളും കെടുമാറ് കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നും ഇരുന്നു വിളങ്ങിടണം. ആത്മോപദേശ ശതകത്തിന്റെ 97ാമത്തെ മന്ത്രത്തിൽ ഭഗവാൻ പറയും അനുഭവിയാതെ അറിവിയിൽ അഖണ്ഡമാം ചിത്ഖനമിതു മൗനഘന അമൃതാപ്തിയാകും. സുബ്രഹ്മണ്യ കീർത്തനിൽ തന്നെ ഭഗവാൻ പറയും മൗന പൂന്തേനൊഴുക്കെ മതിയമൃതൊലിയെ മന്ദനാമൻ ജ്ഞാനക്കണ്ണാടിയെ നിൻ തിരുവടി അടിയൻ സങ്കടം പോക്കിടേണം. ഇത് മൗനപ്പൂന്തേന്റെ ഒഴുക്കാണ്. പങ്കാരും പറ്റുവാനില്ല ഇരവ് പകലിരുന്ന് ഈച്ചയും തേനുറിഞ്ചും ചങ്കാരം പോലും ഇല്ലിങ് ഇതിനെ ഇനിമയോട് ആസ്വദിച്ചിടുവാൻ ഭഗവാൻ വിളിക്കുവാണ്. ഇതിന്റെ പങ്ക് പറ്റാൻ ആരുമില്ല, നീ വാ ഇതൊന്ന് ആസ്വദിക്ക്. ഈ പരമാനന്ദ രസാനുഭൂതി അത് അനുഭവിച്ച് മാത്രം, ഈ മോക്ഷരസമെന്ന് അനുഭവിച്ചറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. കുഞ്ഞെ നീ ഇതൊന്ന് അനുഭവിക്ക്. നമ്മളോട് എത്ര പറഞ്ഞാലും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? പറഞ്ഞു തരുവാണ് വീണ്ടും വീണ്ടും ഓരോ കൃതികളിലൂടെ, സ്തോത്ര കൃതികളിലൂടെയും ദാർശനിക കൃതികളിലൂടെ ഒക്കെ ഭഗവാൻ ആവർത്തിച്ച് പറയുകയാണ് കുഞ്ഞെ ഇതൊന്ന് അനുഭവിച്ചറിയണം. ഇത് അവാച്യമായ അനുഭൂതിയുടെ തലമാണ്. നീ ഉദ്ദേശിക്കുന്ന ഈ സ്ഥൂല ശരീരത്തെ മുഴുവൻ നീ പൊട്ടും തൊട്ട് അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്ത് മുഖമൊക്കെ വൃത്തിയാക്കി നല്ല മനോഹരമായ ആഭരണങ്ങളും ഒക്കെ ഇട്ട് വസ്ത്രങ്ങളും ഒക്കെ ഇട്ട് നടന്നാ പാത്രം പോരാ. അതിനുള്ളില് നിത്യമായി നിന്നെരിയുന്ന ഒരു ആത്മദീപമുണ്ട്. ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും. വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയുമില്ല ഇത് കണ്ടുപോയിടേണം. എപ്പ കാണാനാ പറഞ്ഞേ? കുഞ്ഞെ നീ ഇത് കണ്ടുപോയിട. നിന്റെ ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആരാലും ജ്വലിപ്പിക്കാതെ. ഇന്നിവിടെ വിളക്ക് കൊളുത്തിയാണ് ദീപാർപ്പണമൊക്കെ ചൊല്ലി, ശരിയല്ലേ? ശരിയാണോ? വിളക്ക് കൊളുത്തിയല്ലേ നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയത്. അതെ 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 അതെ. അതിൽ ഇന്ധനം വേണമായിരുന്നു, തിരി വേണമായിരുന്നു. വിളക്കെന്ന് പറഞ്ഞത് വിളക്കിൽ നമ്മൾ ഇന്ധനം ഒഴിച്ചു, തിരിയൊക്കെ ഇട്ടു, അല്ലേ? അഴലെഴും അഞ്ചിതളാർന്ന് 2 തട്ടായി ചുഴലും അനാദി വിളക്ക് തൂക്കി ആത്മാ നിഴൽ ഉരുവായി എരിയുന്നു നെയ്യതോ മുൻ പഴകിയ വാസന വൃത്തി എത്രയെന്ന് ഭഗവാൻ 17ാമത്തെ ശ്ലോകത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നു കഴിഞ്ഞു, ശരിയല്ലേ? പക്ഷെ എന്നാ ഒരു ഇന്ധനവും ഇല്ലാതെ ആരും പ്രജ്വലിപ്പിക്കാതെ തന്നെ നിത്യമായി നിന്നെരിയുന്ന പ്രപഞ്ച സാക്ഷി ദീപം, നിന്റെ ഉള്ളിലെ ചൈതന്യമായി നിന്നെരിയുന്ന ആ ദീപത്തെ, ആ വിളക്കിനെയാണ് കുഞ്ഞ് നീ കാണേണ്ടത്. നീ നിന്റെ ഉള്ളിലേക്ക് നോക്കൂ. കരുവിന് കണ്ണുകൾ 5 മുള്ളടക്കി തെരുതര വീണ് വണങ്ങി ഓതിടേണം. നിന്റെ പുറത്തേക്കുള്ള ഈ ബഹിർമുഖമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ നീ അന്തർമുഖമാക്കിക്കൊണ്ട് ഒളി മുതലാം പഴം 5 മുണ്ട് നാറും നളികയിലേറി നയേനമാറിയാടും കിളികളെ 5 അരിഞ്ഞ് കീഴ്മറിക്കും വെളി ഉരുവേന്തി. വെളി ഉരുവേന്തി എങ്ങനെ പറഞ്ഞേക്കുന്ന ബാക്കി? എലി ഉരുവേന്തി കേൾക്കാൻ പറ്റുന്നില്ലേ? അകം വിളങ്ങിടേണം. അപ്പൊ പുറം മാത്രം വിളങ്ങിയാ മതിയോ? അകം വിളങ്ങണം. ഭഗവാൻ പറഞ്ഞു തന്നേക്കണം അതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ ഉള്ളൂ നമ്മൾ പൂർണ്ണ സമർപ്പണത്തോടു കൂടി. നമ്മൾ ആരാണ് നമ്മൾ അറിയണം. ശരീരമല്ല, അറിവാണ്, നിത്യമായ ആനന്ദ സ്വരൂപമാണ്, സച്ചിദാനന്ദ സ്വരൂപമാണ്, ആത്മാവാണ് എന്ന് നമ്മൾ അറിയും. ഇനി 2ാമത്തെ ശ്ലോകം. മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തും ഒരു ദേവത ഇങ്കൽ നിന്ന് എൻ പിണ്ഡത്തിനെന്ന് അമൃതു നൽകി വളർത്ത ശംഭോ.
എത്ര മനോഹരമായിട്ട് ഭഗവാൻ അവര് മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ച് അറയിലിട്ട് എരിയും കൊളുത്തി. സൃഷ്ടിക്ക് നിദാനമായിട്ടുള്ള സാമഗ്രികൾ ഏതൊക്കെയാ? ദൈവദശകത്തിൽ ഭഗവാൻ പറയും, നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും അല്ലെ? നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായത്. ഈ സൃഷ്ടിക്കുള്ള സാമഗ്രികൾ ഏതൊക്കെയാ? പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങളാണ്. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. അത് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. മണ്ണ്, ഭൂമി, ജലം, കനൽ എന്ന് പറഞ്ഞ അഗ്നി, മണ്ണും ജലം കനലും അമ്പരം ആകാശം, ഓട് കാറ്റും. അല്ലവായി മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഓരോ സൃഷ്ടിക്കും നിശ്ചിതമായ അനുപാതമുണ്ട്. ആ കറക്റ്റ് പ്രപ്പോർഷണൽ. ഇപ്പൊ നമ്മളൊരു എന്താ പറയുക, ഒരു വീട്ടിലൊരു ഡെലീഷ്യസ് ഫുഡ് ഉണ്ടാക്കുകയാണ്, ഒരു കറി ഉണ്ടാക്കുകയാണ്, അല്ലെ ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കുകയാണ്. അതിന്റെ ചേരുവകൾ ഓരോന്നും, അതിന്റെ ഇൻഗ്രീഡിയൻസ് ഓരോന്നും അതിന്റെ കറക്റ്റ് പ്രപ്പോർഷനിൽ ചേർത്തെങ്കിലേ അത് വളരെ രുചികരമായ, മനോഹരമായ, ആസ്വാദ്യകരമായ ഒരു വിഭവമായിട്ട് മാറും. ഉപ്പ് കൂടിയാലും കൊള്ളില്ല, പുളി കൂടിയാലും കൊള്ളത്തില്ല, എരിവ് കൂടിയാലും കൊള്ളത്തില്ല. ശരിയല്ലേ? അതുപോലെ നമ്മൾ ഓരോരുത്തരും വിഭിന്ന രൂപത്തിൽ ഇരിക്കാൻ കാരണം എന്താണ്? നമുക്കൊക്കെ കാണുമ്പോൾ ആ ഫിസിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. എല്ലാവരുടെയും രൂപം ഒരുപോലെയാണോ? എല്ലാവരുടെയും ഉള്ളിലുള്ള ആത്മചൈതന്യം ഒന്നാണ്. എല്ലാവരും ആത്മസഹോദരർ എന്നല്ലേ പറയേണ്ടെങ്കിൽ നാം കൊല്ലുന്നതും എങ്ങനെ തെല്ലും കൃപയറ്റ് ഭുജിക്കേതെന്ന് ജീവകാരുണ്യ പഞ്ചകത്തിൽ ഭഗവാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരുടെയും ഉള്ളിലുള്ള ആത്മചൈതന്യം ഒന്നാണെങ്കിൽ പിന്നെ പുറമേ കാണുമ്പോൾ കുറച്ചുപേര് കറുത്തും കുറച്ചുപേര് വെളുത്തും നീണ്ട മൂക്കുള്ളവരും പതിഞ്ഞ മൂക്കുള്ളവരും അല്ലെ വണ്ണമുള്ളവരും വണ്ണം കുറഞ്ഞവരും ഒക്കെ കാണപ്പെടാൻ കാരണം എന്താണ്? ഈ പ്രപ്പോർഷൻ മാറുന്നതാണ്. ശരിയല്ലേ? അപ്പം എണ്ണിപ്പിടിച്ച് അറയിലിട്ട്, ഏതറയാണ്? ഇതിന് വ്യത്യസ്ത എന്തോ കറക്റ്റ് ആണ്, പറഞ്ഞോളൂ. വളരെ കറക്റ്റ് ആണ്. ആരോ ഒന്ന് പറഞ്ഞു പിന്നെ സ്റ്റോപ്പ് ചെയ്തു. ഗർഭാശയമാകുന്ന, ഗർഭപാത്രമാകുന്ന അറയിലിട്ടാൽ മാത്രം മതി. എരിയും കൊളുത്തി, അവിടെ ആ ജീവ ചൈതന്യവും കൂടി അങ്ങോട്ട് വന്നു കഴിഞ്ഞു. എരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തും ഒരു ദേവതയിങ്കൽ നിന്ന് എൻ പിണ്ഡത്തിന് അന്ന് അമൃത് നൽകി വളർത്ത ശംഭു. ഏത് അമൃതാണ് കൊടുത്തത്? ഏത് അമൃതാണ് കൊടുത്തത്? ആത്മാവിന്റെ അമൃത് അല്ലെ? ആത്മാവിന്റെ അമൃത് നൽകി വളർത്ത ശംഭു. അപ്പൊ നമ്മൾ ഏറ്റവും കൃതജ്ഞത ഉണ്ടായിരിക്കേണ്ട ആരോടാണ്? ശംഭുവിനോടാണ്. അന്ന് ആ ഗർഭാശയമാകുന്ന ഇരുട്ടറയിൽ കിടന്നപ്പോഴ് എനിക്ക് ആത്മാവിന്റെ ആ അമൃത് നൽകിയത് ശംഭുവാണ്. അപ്പൊ ആ ശംഭുവിനോട് നിരന്തരം കൃതജ്ഞതയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് ഗർഭോപനിഷത്തിലും ആദ്യം പറഞ്ഞ പഞ്ചാത്മകം പഞ്ചവർത്തമാനം എന്ന് പറഞ്ഞാണ് ഗർഭോപനിഷത്ത്. അത് പഞ്ചാത്മകമാണ്. ഷഡാശ്രയം ഷഡ്ഗുണയോഗയുക്തം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആയുർവേദത്തിലാണെങ്കിലും നമ്മൾ അതൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിലൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ ഓരോന്നിനെയും അർത്ഥഭാഗങ്ങളായി ഭാഗിച്ച് അതിൽ ഒരു പകുതിയോടുകൂടി മറ്റ് 4 ഭൂതങ്ങളെയും ആ 4ൽ ഒരു ഭാഗം വെച്ച് ചേർക്കുന്നതാണ് പഞ്ചീകരണം. നമ്മൾ വേദാന്ത ശാസ്ത്രമൊക്കെ കുറച്ച് ആഴത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ പഞ്ചീകരണ പ്രക്രിയ ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ മാംസാസ്ഥികളാണ് ശരീരത്തിലെ ആ ഭൂമി തത്വം, രക്തം, മൂത്രം തുടങ്ങിയവ ജലതത്വം, പഞ്ചപ്രാണങ്ങള് വായു തത്വം, ജ്ഞാനാഗ്നി അതുപോലെ ജഡരാഗ്നി എന്നിവ അഗ്നിതത്വം, ചിത്താകാശമാകുന്ന ആകാശതത്വം എന്നിങ്ങനെ 5 ഭൂതങ്ങളും ചേർന്നിരിക്കുന്നു. അപ്പം പഞ്ചാത്മകമാണ്. അപ്പൊ മാതാവിന്റെ ഗർഭപാത്രമാകുന്ന അറയിൽ വേണ്ട അളവിൽ പഞ്ചഭൂതങ്ങളെ കൂട്ടിച്ചേർത്ത് അതിൽ എരിയും കൊളുത്തുന്നു. അപ്പൊ ജീവനാണ് എരി. അപ്പൊ ജീവന്റെ എരി അണഞ്ഞാൽ ശരീരം തണുത്ത് മരവിച്ചു പോകും. നമുക്കറിയാം ഏതാനും മിനിറ്റുകൾക്ക് ശേഷം തന്നെ ആ ഒരു ചൂട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞു.
അപ്പൊ അവസാന ശ്വാസം വരെയും ഞാൻ എന്ന ഭാവേന ഈ എരിയും ഉള്ളിലുണ്ട്. ഇപ്പം മൃണ്മയമായ വീടിനുള്ളിൽ വിളക്ക് കൊളുത്തി വെക്കുന്നത് പോലെ ഭഗവാൻ ഈ എരി കൊളുത്തി അതിനെ ചൈതന്യവത്താക്കുന്നു. മാത്രമല്ല ആ ദണ്ഡപ്പെടുത്തുന്ന ദേവതയിൽ നിന്ന് പിണ്ടത്തിന് രക്ഷ നൽകി അതിനെ ജീവന്റെ അമൃത് ഊട്ടുന്നതും ആരാണ്? ശംഭുവാണ്. അപ്പം മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് ഗർഭത്തിലെ പിണ്ടത്തെ സൃഷ്ടിക്കുന്നവനും വളർത്തുന്നവനും സംരക്ഷിക്കുന്നവനും ആരാണ്? ശംഭുവാണ്. അപ്പൊ എത്ര കരുതലോടുകൂടിയാണ് ഭഗവാൻ ആ ഗർഭാശയത്തിനകത്ത് നമ്മെ വളർത്തിയെടുക്കുന്നത്. ആ കാരുണ്യത്തിന് ശംഭുവിനോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. ഒരു സിനിമാ ഗാനം തന്നെ ഉണ്ടല്ലോ, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, 10 മാസം ചുമന്ന് എന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനോടൊന്നും ഇന്നൊരു സിനിമാ ഗാനം ഇല്ലേ? ഉണ്ടോ? ചലച്ചിത്ര ഗാനം ഇല്ലേ? ഉണ്ട്. ഇതൊക്കെ വളരെ അർത്ഥവത്തായിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലെ? നമ്മൾ ഇതൊക്കെ പഠിച്ചു വരുമ്പോഴാണ് ശരിക്കും അതൊരു വെറും ഒരു ചലച്ചിത്ര ഗാനം മാത്രമാണ്. അതിന്റെ ആഴം എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ഓരോ പദത്തിന്റെയും ആ ഒരു വ്യാപ്തി എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും. ശ്ലോകം 3. കല്ലിനകത്തു കുടിവാഴും ഒരൽപ്പ ജന്തു ഒന്നല്ല നിന്റെ കൃപയെന്നറിയിച്ചിടുന്നു. അല്ലിക്കുടത്തിലമരുന്ന അമരേന്ദ്രനും മറ്റെല്ലാരുമിങ്ങ് ഇതിലിരുന്നു വളർന്നിടുന്നു. അപ്പൊ കല്ലിനകത്ത് നമുക്കറിയാം, ഒരു കല്ലൊക്കെ എടുത്ത് മാറ്റി അതിന്റെ അടിയിൽ ചെറിയ ചെറിയ ഇത് കാണാം. അത് മരമൊക്കെ വെട്ടിയിട്ട് കുറെ നാൾ കഴിയുമ്പോൾ അതിന്റെ ആ പുറം പോളയങ്ങ് പൊളിച്ചു വരും. അതിനകത്തൊക്കെ സൂക്ഷ്മമായ ജീവികളുണ്ട് അല്ലേ? അപ്പൊ കല്ലിനകത്ത് കുടിവാഴുന്ന ഒരു അല്പജന്തു ഒന്നല്ല നിന്റെ കൃപയെന്നറിയിച്ചിടുന്നു. അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനും മറ്റെല്ലാരും, ചെറുത് മുതൽ വലുത് വരെയുള്ള എല്ലാവരും ഇതിലിരുന്ന് വളർന്നു. ഈ പ്രപഞ്ചത്തിലെ ഉറുമ്പ് മുതൽ ആന വരെയും പുൽക്കൊടി മുതൽ അരയാൽ വരെയും സകല പിണ്ഡങ്ങളും ഭഗവാന്റെ കൃപ കൊണ്ടാണ് ജീവിക്കുന്നത്. അത് നമ്മുടെ ശങ്കര ഭഗവത്പാദയുടെ മനീഷ പഞ്ചകത്തിന്റെ പ്രഥമ ശ്ലോകത്തിലും ഇത് തന്നെയാണ് പറഞ്ഞത്. ജാഗ്രത് സ്വപ്ന സുഷിപ്തിഷു സ്ഫുടതരായ സംവിദുജൃംഭതേ യ ബ്രഹ്മാദി പിപീലികാന്ത തനുഷു പ്രോത ജഗത് സാക്ഷിണി സൈവാഹം നജ ദൃശ്യവസ്തു ഇതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേത് ചണ്ഡാലോസ്തു സതു ദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷ മമ. ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിൽ ഏതൊരു ചൈതന്യമാണോ സ്പഷ്ടമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്, ഏതൊന്നാണോ സൃഷ്ടാവ് മുതൽക്ക് ഇങ്ങോട്ടുള്ള ഒരു ഇറുമ്പ് വരെയുള്ള ജീവജാലങ്ങളുടെ ശരീരങ്ങളെ ജഗത് സാക്ഷിയായ ചൈതന്യത്തിൽ കോർക്കപ്പെട്ടിരിക്കുന്നത്, ആ ചൈതന്യമായ അദ്ദേഹം തന്നെയാണ് ഞാനെന്നും അതല്ലാതെ കാണപ്പെട്ട ദൃശ്യവസ്തുക്കൾ ഒന്നുമല്ലെന്നുമുള്ള ആ ദൃഢജ്ഞാനം ഏതൊരുവനാണോ സാക്ഷാത്കരിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള ആൾ ഒരു ചണ്ഡാലനോ ബ്രാഹ്മണനോ ആരായാലും ശരി, അദ്ദേഹം തന്നെയാണ് എൻ്റെ ഗുരുനാഥൻ. ബ്രഹ്മാദി പിപീലികാന്തു തനുഷു പ്രോത ജഗത് സാക്ഷി. അപ്പൊ കല്ലിനകത്ത് വാഴുന്ന കുടിവാഴും ഒരൽപ്പജന്തു ഒന്നല്ല നിന്റെ കൃപയെന്ന് അറിയിച്ചിടുന്നു. അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനും മറ്റെല്ലാരും ഇതിലിരുന്ന് വളർന്നിടുന്നു. കല്ലിനകത്തും മരത്തിന്റെ തോലിനടിയിലും മണ്ണിലെ സുഷിരങ്ങളിലും ജലത്തിലും ജീവിക്കുന്ന ആ ചെറു ജീവികളെല്ലാം, ഒരു ഒരു സ്ഥലത്ത് അല്പ ദിവസം കിടന്നാൽ നമുക്കറിയാം, അതെടുത്ത് മാറ്റിക്കഴിയുമ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ ജീവികളെ, പഴുതാരയോ അല്ലെങ്കിൽ ചെറിയ പുഴുക്കളോ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ ചെറു ജീവികളെ കാണാം. ഇപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാൻ വയ്യാത്ത സൂക്ഷ്മ ജീവികൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. അപ്പൊ അത്തരം ജീവജാലങ്ങളെയൊക്കെ ഭഗവാൻ വളരെ കരുതലോടുകൂടിയാണ് അവയ്ക്കൊക്കെ അവയവങ്ങൾ ചേർത്ത് വെച്ചത്. അപ്പൊ ദേവന്മാരുടെയും രാജാവായ ആ ദേവേന്ദ്രൻ അമൃതകുംഭത്തിലാണ് വസിക്കുന്നത്. ആ ദേവേന്ദ്രനെ വരെ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ചെറുപ്രാണി മുതൽ വലിയ ജീവി വരെ, ദേവന്മാർ വരെ എല്ലാം എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക. നമ്മൾ ദൈവസത്തിൽ ചൊല്ലാറുണ്ടല്ലേ, അകവും പുറവും തിങ്ങുന്ന, എല്ലായിടവും നിറഞ്ഞിരിക്കുന്ന, അപ്പൊ പ്രപഞ്ചം മുഴുവൻ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ആ മഹിമയിലാണ് ഉണ്ടാകുന്നതും
നിലനിൽക്കുന്നതും നശിക്കുന്നതും. അപ്പൊ തിരകൾ നിരവധി ഉയർന്ന് കടൽ, നമുക്കറിയാം കടലിലെഴും തിര പോലെ കായമോരോന്നുടനുടനേറി ഉയർന്നമർന്നിടുന്നു എന്ന് ആത്മോപദേശ ശതകത്തിന്റെ 56-ാമത്തെ മന്ത്രത്തിൽ പറയും. അപ്പൊ അത് തിരയും വെള്ള ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് ഉള്ളിലാകണം. ദൈവദശകത്തിന്റെ 4-ാമത്തെ എന്താണ് പറയുന്ന ആ തത്വസാഗരത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. 4-ാമത്തെ ശ്ലോകത്തിലേക്ക് പൊക്കോട്ടെ. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ, എന്തൊന്നു കൊണ്ടിതു വളർന്നതഹോ വിചിത്രം. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ലതിനു നീ അരുളീടു ശംഭോ. ബന്ധുക്കളില്ല. ആ ഗർഭാശയത്തിൽ കിടന്ന സമയത്ത്, ആ 9 മാസമായി 280 ദിവസമായി ഇരുട്ടറയിൽ കിടന്നപ്പോൾ എനിക്കിപ്പോഴാണ് ധാരാളം ബന്ധുബലമുണ്ട്, സമ്പത്തുണ്ട്, അല്ലേ? പക്ഷെ അന്ന് എനിക്ക് ആരുമില്ല കൂട്ടിനായിട്ട്, ബന്ധുക്കളില്ല, ബലവുമില്ല, ധനവുമില്ല നിനക്കിൽ. ഞാൻ വിചാരിച്ചു നോക്കിയാൽ എന്തൊന്നു കൊണ്ടിതു വളർന്നത് അഹോ വിചിത്രം. ഇതൊരു വിചിത്രം തന്നെയാണ്. പിന്നെ എങ്ങനെ ഞാൻ വളർന്ന് ഈ ഒരു രൂപമായിട്ട് കണ്ണും കാലും മൂക്കും കയ്യും ഒക്കെ വെച്ച് വേണ്ട സ്ഥലത്ത് ഇതിനെയൊക്കെ ഫിറ്റ് ചെയ്ത് എങ്ങനെ എന്നെ രൂപപ്പെടുത്തിയെടുത്തു? അന്ന് എനിക്ക് കണ്ണ് വെക്കാതെ കാവലിരുന്നത് ആരാണ്? എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല, അതിനകത്ത് യാതൊരു അന്ധത്വമില്ല. അരുളീട് ശംഭു. എന്താണ് അരുളെന്ന് പറഞ്ഞാല്? അരുൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറയുക. എന്താ അരുളെന്ന് പറഞ്ഞാല്? സ്നേഹം. ഒന്നുകൂടി എന്തോ പറയുക. അരുളിന് വാക്കെന്നൊരർത്ഥമുണ്ട്, വേറൊരർത്ഥമുണ്ട്. ഈശ്വരനിൽ നിന്ന് സദാ നമ്മളിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹ വർഷം, അതും അരുളാണ്, അല്ലേ? അരുമയാന ഉൾ എന്ന തമിഴ് പദമാണ് അരുൾ. അരുൾ അൻപ് അനുകമ്പ മൂന്നിനും പൊരുൾ ഒന്നാണ് ഇത് ജീവതാരകം. ഒരു ജീവനെ സംസാര സാഗരത്തിന് മറുകര എത്തിക്കാൻ അരുളെന്ന ധ്രുവനക്ഷത്രം നമുക്ക് വഴികാട്ടിയാകട്ടെ എന്ന് ഭഗവാൻ പറയുകയാണ്. ഭഗവാനിൽ നിന്ന് സദാ നമ്മളിലേക്ക് അനുഗ്രഹ വർഷം വന്നുകൊണ്ടിരിക്കുമ്പോൾ നീ അരുളിയിടും. അതിനുള്ള ഒരു അരുൾ എനിക്ക് തരണം. ശംഭുവിനോട് എപ്പോഴും നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കണം. ശരിയല്ലേ? അപ്പൊ ഞാൻ ആ ഇരുട്ടറയിൽ കിടന്നപ്പോൾ എന്നെ നോക്കാനായിട്ട് ആരുമില്ല. എനിക്ക് ബന്ധുക്കളും ഇല്ല, എനിക്ക് ബലവും ഇല്ല, ധനവും ഇല്ല, ഒന്നുമില്ല. എന്റെ സമ്പദ് സമൃദ്ധി ഒന്നും അന്നില്ല, അല്ലേ? ആണോ? ജനകനും ജനനിക്കും ഒന്നും അന്നൊരു റോളും ഇല്ല. റോള് പിന്നെ ആർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ശംഭുവിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഗർഭപാത്രത്തിനകത്ത് കിടക്കുന്ന പിണ്ടത്തിന് ബന്ധുക്കളോ ബലമോ ധനമോ ഇല്ല. ആലോചിച്ച് നോക്കിയാൽ എന്തോന്നു കൊണ്ടിത് വളർന്നു എന്നത് അത്യാശ്ചര്യകരമെന്നേ പറയേണ്ടതുള്ളൂ. ഇതെല്ലാം തന്നെ എൻ്റെ തമ്പുരാന്റെ കളിയാണെന്നറിഞ്ഞാൽ പിന്നെ അന്ധത്വമില്ല, അജ്ഞതയില്ല. അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കുള്ള ഉണർവാണ് ഈ കൃതിയുടെ അടിസ്ഥാന തത്വമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതിനായി നീ എന്നിൽ കനിഞ്ഞാലും അരുളീട് ശംഭോ. നിന്റെ അരുള്, നിന്റെ അനുഗ്രഹം എന്നിലേക്ക് നിരന്തരം അജിതാര പോലെ ആ അനുഗ്രഹ വർഷം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കട്ടെ. അങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ എനിക്ക് ഇതൊക്കെ മനസ്സിലാക്കാനും തിരിച്ചറിവോടുകൂടി ജീവിക്കാനും എപ്പോഴും കൃതജ്ഞതാഭരിതമായിട്ട് മുന്നോട്ട് പോകാനും ജീവിതം സന്തോഷപ്രദമാക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ ഗർഭത്തിലിരിക്കുന്ന പിണ്ടം അവിടെ ഏകമാണ്. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും തന്നെ അവിടെ ഇല്ല. ഇപ്പൊ തലയൊന്ന് ഉയർത്തി പിടിക്കാനുള്ള ബലവും അതിനില്ല. പിറന്നു വീണതിന് ശേഷം നമുക്കറിയാം ഒരു കുഞ്ഞ് എത്രയോ തന്ത്രപ്പെട്ട് എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് പതുക്കെ നിവർന്നൊന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നത്, പിച്ച വെച്ച് നടക്കാൻ തുടങ്ങും. ശരിയല്ലേ? ആണോ? തലയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കണ്ടിട്ട് മൂക്കും താഴേക്കിട്ടും പിന്നെയും തല നിവർത്തി വന്ന് ഉയർത്തിപ്പിടിക്കണമെങ്കിൽ എത്ര ശ്രമകരമായിട്ടുള്ള ബുദ്ധിമുട്ടിന് ശേഷമാണല്ലേ? ഇതുവല്ല നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇപ്പം ഞാനെന്ന പാവം അമ്പട ഞാനെന്നുള്ള വിചാരത്തിലല്ല ഇരിക്കുന്നത്. ശരിയല്ലേ? എത്രയൊക്കെ അവസ്ഥയിലൂടെ വന്നാണ് ഇന്ന് നമ്മൾ ഇത്ര ഒരു ഗംഭീരമായ അവസ്ഥയിൽ ഇരിക്കുന്നത്. അപ്പം നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഭഗവാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാകുമോ? മക്കളെ, അപ്പൊ അച്ഛനും അമ്മയ്ക്കും മാത്രം നന്ദി പറഞ്ഞാൽ മതിയോ? ഇല്ല. ഓക്കെ, ശരിയാണ്, തീർച്ചയായിട്ടും. അപ്പൊ അഹോ വിചിത്രം, ഇതൊരു വിചിത്രം തന്നെയാണെന്ന് ഗുരു തന്നെ അത്ഭുതപ്പെടുകയാണ്. എൻ തമ്പുരാന്റെ കളിയൊക്കെയാണ് ഇത് മറ്റാരുടെയും കളിയല്ല. എൻ തമ്പുരാൻ. ആരാണ് തമ്പുരാൻ?
തമ്പുരാൻ എന്ന് പറഞ്ഞ ആരാണ്? അതാണ്. തമ്പുരാനല്ലേ തമ്പുരാൻ, സകലത്തിനും നാഥനായിട്ടുള്ളവനെ, എല്ലാത്തിനും ആശ്രയമായിട്ടുള്ളവനെ. നമുക്ക് ആശ്രയിക്കാൻ 2 പാദങ്ങളേ ഉള്ളൂ. ആരാണ്? ആ ഗുരുവിന്റെ പാദദ്വയങ്ങൾ അല്ലേ. അപ്പൊ ആ പാദങ്ങളിലേക്ക് നമ്മൾ പൂർണ്ണമായും സമർപ്പിക്കുക. അതാണ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, പൂർണ്ണ സമർപ്പണം ഉണ്ടാവണം. മനസ്സ് ചെന്ന് എപ്പോഴും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് മുട്ടണം. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും ആ മനമലർ കൊയ്യാൻ പറ്റും. ഇനി പറ്റില്ലെന്ന് പറയോ? ഇല്ല. ഇല്ല, തീർച്ചയായിട്ടും. അപ്പോഴ് മനുഷ്യൻ കരുതുന്ന ആ ഭൂമിയിൽ വലുതെന്ന് മനുഷ്യൻ കരുതുന്ന ആ ബന്ധുബലമോ ശരീരബലമോ സാമ്പത്തിക ബലമോ ഗർഭാശയത്തിൽ കിടക്കുന്ന ആ പിണ്ടത്തിനില്ല. അവിടെ തുണയായിട്ടുള്ളത് ഭഗവാൻ മാത്രമാണ്. ആലോചിച്ച് നോക്കിയാൽ ഇതെന്നല്ല, പ്രപഞ്ചത്തിലുള്ള സകലതും, മനുഷ്യര് മാത്രമല്ല സകല ജീവജാലങ്ങളും ആ ഭഗവാന്റെ ലീലാവിലാസം ഒന്നുകൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും വിലയം പ്രാപിക്കുന്നതും നശിക്കുന്നതും. ഏതൊരു ധർമ്മസ്വരൂപത്തിൽ നിന്നാണോ ഈ കാണപ്പെടുന്നതൊക്കെയും ഉണ്ടായത്, യാതൊന്നിലാണോ നിലനിൽക്കുന്നത്, യാതൊന്നിലേക്കാണോ വിലയം പ്രാപിക്കുന്നത്, അതെല്ലാം ആ ഒരേ ഒരു ചൈതന്യം മാത്രമാണ്. അപ്പൊ ഭഗവാന്റെ കാരുണ്യമില്ല എങ്കില് ആ വിരലൊന്ന് അനക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. നമുക്ക് നാവൊന്നനക്കം, ഒരു വാക്കുച്ചരിക്കാൻ നമ്മണെങ്കിൽ നമുക്ക് ഭഗവാന്റെ കാരുണ്യം വേണം. ശരിയല്ലേ? തൊണ്ടയ്ക്ക് ഒരു ബ്ലോക്ക് ആണല്ലോ, നമുക്ക് ശബ്ദം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ജീവിതം ആനന്ദപൂർണമാകണമെങ്കിൽ സമ്പത്തോ ശക്തിയോ ബന്ധുബലമോ ഉണ്ടായതുകൊണ്ട് മാത്രം സാധിക്കില്ല. ആത്മജ്ഞാനം കൂടി വേണം. അപ്പൊ ഈ അറിവ് നമുക്ക് വിദ്യാലയങ്ങളിൽ നിന്നോ സർവകലാശാലകളിൽ നിന്നോ ഒന്നും നമുക്ക് ഫോമൽ എഡ്യൂക്കേഷനിൽ കിട്ടുന്നതല്ല. പിന്നെയോ ഭൗതിക വിജ്ഞാനങ്ങളും നേട്ടങ്ങളും നമ്മളെ അഹങ്കാരികളാക്കി മാറ്റുകയാണ്. അത് കൂടുതൽ ദുഃഖങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും നമ്മെ, എല്ലാം എൻ്റെ കഴിവ് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന തെറ്റായ ധാരണ നാം മാറ്റണം. അതാ ഭഗവാൻ പറയുന്നത്, തൊലിയും എലുമ്പും കുറച്ച് സപ്തമലങ്ങളെ കൊണ്ടുള്ളതല്ലേ, മലഭാണ്ഡമല്ലേ, ഇതിനു വേണ്ടി നീ എന്തിനാ അഹങ്കരിക്കുന്നത്? ശരിയല്ലേ? അപ്പോഴകത്തും പുറത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവിന്റെ, ബ്രഹ്മത്തിന്റെ, ആ പരമാത്മ സത്തയുടെ, ആ പരമാത്മ ചൈതന്യത്തിന്റെ അഥവാ ശിവത്തിന്റെ ലീലയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ധത്വമില്ല. എന്റെ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല, അജ്ഞതയില്ല, അറിവില്ലായ്മയില്ല. അതിന് നിന്റെ അനുഗ്രഹം വേണം. എനിക്കത് അറിയണമെങ്കിൽ നിന്റെ അനുഗ്രഹം ആവോളം എന്നിലേക്ക് അജിതാര പോലെ പ്രവഹിച്ചു കൊണ്ടേയിരിക്കണം, അനസ്യൂതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. എങ്കിലേ എനിക്കത് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഞാനെന്ന ഭാവം വരും, അഹങ്കാരം വരും. അല്ലേ? മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം എന്ന് നിർവാണ ഷഡ്കത്തില് ശങ്കരാചാര്യ നമുക്ക് പറഞ്ഞു തന്നു. മനസ്സോ ബുദ്ധിയോ ചിത്തമോ ഈ കാണപ്പെടുന്ന കണ്ണ് കാല കൈ ഒന്നും നീയല്ല, പിന്നെയോ ഞാൻ സച്ചിദാനന്ദ സ്വരൂപമായ ശിവതത്വമാണ്. അല്ലേ? അടുത്ത ശ്ലോകം. സമയക്കുറവ് കൊണ്ടാണ് കേട്ടോ സ്പീഡിൽ പോകുന്നത്. 4-5 മാസം സമയമായോ? ഇല്ല, കുഴപ്പമില്ല, പോക്കട്ടെ. 4-5 മാസം ഒരുപോൾ നയനങ്ങൾ വച്ചു കാലന്റെ കയ്യിലണയാതെ വളർത്തി നീയെ. കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ അക്കാലം നിനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. 4-5 മാസം ഒരുപോൽ. അതിന് പല രീതിയിലും അതിന്റെ 4-ഉം 5-ഉം മാസം, 4-ഉം 5-ഉം കൂടെ കൂട്ടുമ്പോ എത്രയാ? 4+5 എത്രയാ? 9. അല്ലെ? അമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന 9 മാസം. 4-5 മാസം ഒരുപോലെ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും നോക്കി സംരക്ഷിച്ച് കാലന്റെ കയ്യിൽ കൊടുക്കാതെ കാത്തു രക്ഷിച്ചു വളർത്തിയത് നീയാണ്. ആ കാലം കഴിഞ്ഞു. ഇന്ന് ഞാൻ പുറത്തു വന്നു, ഞാൻ വലിയ വിദ്യാഭ്യാസമൊക്കെ നേടി, നല്ല ജോലിയൊക്കെ നേടി, സമ്പദ് സമൃദ്ധിയിൽ കഴിയുമ്പോഴും ആ കാലം നിനച്ചു കരയുന്നു ഇത് കേൾക്ക ശംഭു എന്ന എനിക്ക് ആരുമില്ലാത്ത അവസ്ഥയില്, ഞാൻ പിണ്ടാകാരമായിരുന്ന അവസ്ഥയില്, അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ എന്നെ ആ 9 മാസവും കാലന്റെ കയ്യിൽ അണയാതെ കണ്ണു വെക്കാതെ നോക്കിയിരുന്ന ആരാണ്? എൻ്റെ ശംഭു മാത്രമാണ്. ആ കാലം കഴിഞ്ഞു എന്നിരുന്നാലും ആ കരുവിൽ തന്നെ ഇരുന്ന്, ആത്മോപദേശ ശതകത്തിന്റെ 1-ാമത്തെ മന്ത്രം എന്താണ്? അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ 5 മുള്ളടക്കി തെരുതെരെ വീണു വണങ്ങി. അപ്പൊ ആ കരുവിന്, ആ ശംഭുവിന്, ആ
താതനെ എപ്പോഴും വണങ്ങി ഓതിടണം, എപ്പോഴും നമസ്കരിക്കണം. പാദങ്ങളിലേക്ക് തെരുതെരെ വീണ് വണങ്ങി ഓതിടേണം. അപ്പൊ 4-5 മാസങ്ങളിലായി, അല്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ ഞാൻ ഇവിടെ ആ ഒരു ഉൽപ്പത്തിയുടെ ആ ഒരു സൃഷ്ടിയുടെ ക്രമം നമ്മൾ പറഞ്ഞപ്പോഴ് 4-5 മാസങ്ങളിലായി ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ദശേന്ദ്രിയങ്ങള് നയനങ്ങളുമാകുന്ന ആ നയനങ്ങൾ പിണ്ടത്തിൽ വെച്ചു എന്ന് വേണേലും അർത്ഥം എടുക്കാം. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും രൂപപ്പെടുന്ന 4-ാം മാസത്തിലും 5-ാം മാസത്തിലും ക്രമാനുഗതമായിട്ട് പൂർണ്ണ വളർച്ചയിലേക്ക് വരുന്ന ആ ഘട്ടം, അല്ലെങ്കിൽ 9 മാസം എന്ന് വേണേലും നമുക്ക് അർത്ഥമെടുക്കാം. ഇപ്പൊ 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും അല്ലെങ്കിൽ 280 ദിവസമാണ് മനുഷ്യ ഗർഭത്തിന്റെ കാലാവധി. ആ കാലം അത്രയും കണ്ണിമയ്ക്കാതെ ഭഗവാൻ അതിനെ കാത്തുരക്ഷിക്കുന്നു. അല്ലെങ്കിൽ സമയബന്ധിതമായി പിണ്ടത്തിൽ കണ്ണ് വെക്കേണ്ടടുത്ത് കണ്ണ് വെച്ചും കാത് വെക്കേണ്ടടുത്ത് കാത് വെച്ചും നമ്മൾ ചിന്തിച്ചു നോക്കിയേ. കണ്ണിന്റെ സ്ഥാനം മുമ്പിലല്ലാണ്ട് പുറകിലായിരുന്നു എങ്ങനെ ഇരുന്നേന് അല്ലേ? ഈ ചെവി രണ്ട് വശത്തേക്കല്ലാണ്ട് മുഖത്തുമല്ല ഇങ്ങോട്ടാ പിടിപ്പിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേന്? നമ്മുടെ ആ വിരൂപ ആകൃതി എങ്ങനെയായിരിക്കും? അപ്പൊ അതിനെ കറക്റ്റ് പ്രൊപ്പോർഷനിലാണ് വെച്ചിരിക്കുന്നത്. ശരിയല്ലേ? ആണോ? അതിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എത്രയോ നന്ദി പറയണം. ശരിയല്ലേ? അപ്പൊ കാത് വെക്കേണ്ടടുത്ത് കാത് വെച്ചും കൈകാലുകളും ആന്തരിക അവയവങ്ങളും ഒക്കെ അതിന്റെ യഥാർത്ഥ സ്ഥലത്ത് യോജിപ്പിച്ച് വെച്ച് ആ ലോക ജീവിതത്തിന് സജ്ജമാക്കിയത് ഭഗവാനാണ്. അപ്പൊ വേണ്ട വിധം ഇതെല്ലാം ചെയ്തത് കൊണ്ടാണ് ഈ ലോകവാസം തന്നെ എനിക്ക് സാധ്യമായി. ഇന്ന് UK പോകാനും നല്ല ജോലിയൊക്കെ ചെയ്യാനും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും നല്ല രീതിയിൽ ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കാനും ആ ആശ്രമത്തിൽ ഇരുന്ന് നമുക്ക് ഇതുപോലെയുള്ള സത്സംഗങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റിയത്. ശരിയല്ലേ? ആണോ? തീർച്ചയായിട്ടും. അപ്പൊ നന്ദി ഒന്നും കൂടെ കൂടണം. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഏതെങ്കിലും ഒരു ഇന്ദ്രിയം വേണ്ട വിധം വെച്ചില്ലായിരുന്നുവെങ്കിൽ ജീവിതം കഷ്ടമായി പോയേനെ. നമ്മുടെ ഓരോ നഖമാണെങ്കിലും മുടിയാണെങ്കിലും ഓരോ അവയവത്തിനും നമുക്കറിയാം, ഒരു വിരലിൽ ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഒരല്പം ഒരു മുറിവ് ഉണ്ടായപ്പോൾ നമ്മൾ അവർക്ക് ഒരു കൊച്ചു വിരലല്ലേ. എന്നാലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കൊരു മുടി കെട്ടണമെങ്കിൽ പാട്, ഡ്രസ്സ് ഇടണമെങ്കിൽ പാട്, അതിന്റെ ഹുക്ക് ഇടണമെങ്കിൽ പാട്. ശരിയല്ലേ? അപ്പൊ ഓരോന്നും അതിനായ ധർമ്മങ്ങളുണ്ട്, ഓരോ അവയവത്തിനും ഉണ്ട്. അപ്പൊ അതേ കരിവിൽ അപ്പൊ ശരീരം പ്രായം അനുസരിച്ച് വളർന്നാൽ, നമ്മൾ പറയല അസ്ഥി ജന്മം വൃദ്ധി പരിണാമം അപക്ഷയമൊക്കെ ഉണ്ടായാലും ഗർഭത്തിൽ വെച്ച് ഭഗവാൻ വാർത്തെടുത്ത അതേ കരിവിൽ തന്നെയാണ് പിന്നീട് പ്രായത്തിനനുസരിച്ച് ശരീരം മാറി. കരിവിന് വല്ല മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അതിന് വരുമാറ് വിധം വികാരവും വരുമാറില്ല അറിവിന്. ഇവിടെ അറിവ് എന്ന പദം ഭഗവാൻ ഉദ്ദേശിക്കുന്ന ബുക്കിഷ് നോളജ് ആണോ? പുസ്തകം വായിച്ചു കിട്ടുന്ന അറിവാണോ? പിന്നെ ഏതാണ്? ത്തിന് പര്യായമായിട്ടാണ് ഗുരു അറിവ് എന്ന പദം. ആത്മാവദേശ ശതകത്തിലാണേലും അറിവിനായിട്ട് അമ്മാനമാടിക്കൊണ്ട് ഒരു 10-70 പ്രാവശ്യത്തോളം അറിവിട്ടോണ്ടൊരു കൃതി ഭഗവാൻ നമുക്ക് ജനിച്ചു തന്നു. ഒരു ദാർശനിക കൃതിയുടെ പേര് തന്നെ അറിവെന്നാണ്. അറിയപ്പെടും ഇത് വേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം അറിവിതിൽ ഒന്നായത് കൊണ്ടെന്നും പറഞ്ഞ് മുഴുവൻ അറിവ് തന്നെയാണ്. ശരിയല്ലേ? ഇതെല്ലാം ബ്രഹ്മത്തിന്റെ പര്യായമായിട്ടല്ല അറിവിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആണോ? അതെ. അപ്പോൾ ഇത് ആദ്യമായി വാർത്തെടുത്ത് പരിപാലിച്ച ആ കാരുണ്യം ഓർത്ത് ഞാൻ കരയുകയാണ്. ആ കാലം നനച്ച് കരയുന്നു. അത് ആനന്ദ കണ്ണീരാണ്. ശരിയാണോ? എന്നെ എത്രയോ നല്ല രീതിയിൽ അന്ന് എനിക്ക് അച്ഛനോ അമ്മയോ ജനകനോ ജനനിയോ ആരുമില്ല, ബന്ധുക്കളും ഇല്ല, ബലവും ഇല്ല, ധനവും ഇല്ല, ഒന്നുമില്ലാതെ ഞാൻ ആ ഇരുട്ടറയില അമ്നിയോട്ടിക് ഫ്ലൂയിഡിനകത്ത് ഇങ്ങനെ കിടന്ന സമയത്ത് എനിക്ക് വേണ്ട എല്ലാം തന്ന് എന്നെ കാത്തുരക്ഷിച്ച ആ ശംഭു ആ കാലം നനച്ച് കരയുന്നിത് കേൾക്ക ശംഭോ. ഈ കരച്ചിൽ അല്ലയോ ശംഭോ നീ കേട്ടാലും. ഇപ്പൊ ജീവിതത്തിൽ നാം സാധാരണ കരയാറുള്ളത് എപ്പോഴാണ്? നമുക്ക് ദുഃഖം വരുമ്പോൾ, സങ്കടം വരുമ്പോഴാണ്. അല്ലാണ്ട് നമ്മുടെ ടീയേഴ്സ് ഓഫ് ജോയ് ഉണ്ട്. ശരിയല്ലേ? സന്തോഷം കൂടുമ്പോൾ നമ്മൾ ആനന്ദ കണ്ണീരും പൊഴിക്കാറുണ്ട്. ശരിയാണ്? 2 രീതിയിലുള്ള കണ്ണുനീര് വരാറില്ലേ? സങ്കടം വരുമ്പോഴും കണ്ണുനീര് വരും, സന്തോഷം കൂടുമ്പോഴും നമുക്ക് വാക്കുകൾ കിട്ടാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു. ചിലപ്പോ നമ്മൾ പറയാറുള്ളൂ, അത് കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. നമ്മളിലേക്ക് വരുന്ന ഓരോ ബ്ലെസ്സിങ്സിനും നമ്മൾ ഇതുപോലെ നന്ദി പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അത് ആനന്ദ കണ്ണീരാണ്. ശരിയല്ലേ? ഓക്കെ. 6ാമത്തെ ശ്ലോകം. രേതസ്സു തന്നെ ഇത് രക്തമൊടുങ്കലർന്ന് നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേ മാതാവുമില്ല അവിടെയന്നു പിതാവുമില്ല എൻ താതൻ വളർത്തിയവനാണിവനിന്നു ശംഭോ. രേതസ്സു തന്നെ ഇത് രക്തമൊടുങ്കലർന്ന്.
ഏതോ രക്തസംഘാതത്തിലൂടെ അച്ഛന്റെ ബീജവും അമ്മയുടെ അണ്ടവും ചേർന്ന് നാദം തീരേണ്ട ആദ്യം ഉണ്ടായ ഓങ്കാര ശബ്ദമാണ്, ആ നാദോർജമാണ്, അത് ആ പ്രണവ ശബ്ദം. അവിടെയാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിമിഷം എന്ന് പറയുന്നത്. മാതാവുമില്ല അവിടെ അന്ന് ഉരുവതായി നടുവിൽ കിടന്നൽ. എന്താണ് ഈ നടുവിൽ കിടന്നതെന്ന് ഉദ്ദേശിച്ചത്? പല രീതിയിൽ അതിന് അർത്ഥവ്യാഖ്യാനങ്ങൾ കാണുന്നുണ്ട്. നടുവിൽ കിടന്നതെന്ന് പറഞ്ഞ എന്താണ്? പറഞ്ഞോളൂ. ഇത് എന്റെ ഒരു വൺ മാൻ ഷോ പോലെ അല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്തെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു ഊർജം കിട്ടുള്ളൂ. നടുവിൽ കിടന്നതെന്ന് പറഞ്ഞ എന്താണ്? മദ്യത്തിൽ ഉദരത്തിൽ ഗർഭപാത്രത്തിനൊത്ത ശരീരത്തിന്റെ മധ്യഭാഗത്താണുള്ള ഗർഭപാത്രം, അതിന്റെ നടുക്ക്. ഇനി അതും അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന് ഇങ്ങ് പുറപ്പെട്ടു എന്നാല് ഭൂമിയിലേക്ക് എത്തിയിട്ടുമില്ല. ശരിയല്ലേ? അങ്ങനെയും നമുക്ക് എടുക്കാം. ആ രീതിയിലും നമുക്ക് അർത്ഥം എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനിഗൂഢമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി പ്രക്രിയ. അതാണ് ഞാൻ പറഞ്ഞ സൃഷ്ടിയുടെ നിഗൂഢ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ച് അറയിലിട്ട് അതിനെ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്ന് എത്ര വളരെ മനോഹരമായിട്ടാണ് നോക്കി തന്നത്. ഈ പുറത്തേക്ക് ഇത്രയും നല്ല മനോഹരമായിട്ട് നമ്മളെ എത്തിച്ചു തന്നു. ശരിയല്ലേ? അപ്പൊ ആ അതിനിഗൂഢമായിട്ടുള്ള പ്രപഞ്ചത്തിന്റെ ഈ സൃഷ്ടി പ്രക്രിയ അനന്തമായ തുടർച്ചയായിട്ട് ഈ വിശ്വപ്രകൃതിയെ ഇപ്രകാരം നിലനിർത്തി പോരുന്ന ആ അനന്ത ശക്തിയെ, ആ ശംഭുവിനെ എത്ര നന്ദി പറഞ്ഞാലും എത്ര പുകഴ്ത്തി പറഞ്ഞാലും അധികമാകില്ല. അവിടെ മാതാവുമില്ല, പിതാവുമില്ല. പിന്നെ ആരാ വളർത്തിയത് എന്റെ പിണ്ടത്തിനെ? എൻ താതൻ വളർത്തിയവനാണ് ഇവൻ ഇന്നു ശംഭു. ഇപ്പൊ രേതസ് നമുക്കറിയാം പുരുഷന്റെ ശുക്ലമാണ്. ചലിക്കാൻ കഴിവുള്ള കോടാനുകോടി ബീജങ്ങളാണ് ശുക്ലത്തിലുള്ള. അപ്പം ശരീരതാപത്തിൽ നിന്നും കുറഞ്ഞ താപത്തിലാണ് ശുക്ലം ആ ശുക്ല സഞ്ചിയിൽ സൂക്ഷിക്കപ്പെടുന്നത്. അപ്പൊ സ്ത്രീയുടെ അണ്ടം ഇവിടെ രക്തം എന്ന പദം കൊണ്ട് അണ്ടം രക്തവർണമാണ്. സമയം കുറവായത് കൊണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് അങ്ങ് കടന്നുപോയത്. അടുത്തൊന്ന് 9 പദ്യത്തിലൂടെ ഒന്ന് പോകണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട്. ഇനി അന്നുള്ള വേദന മറന്നതു നന്ന് ഉണർന്നാൽ ഇന്നിങ്ങു തന്നെ എരിയിൽ വീണു മരിക്കുമയ്യോ പൊന്നപ്പനന്ന് പൊറിവാതിലൊരഞ്ചുമിട്ട് തന്നിട്ടു തന്നെ ഇതുമിന്ന് അറിയുന്നു ശംഭു. അന്നുള്ള വേദന മറന്നത് നന്ന് എന്നുള്ള വേദനയാണ് ആ ഗർഭാശയത്തില് പിണ്ടാകാരമായിട്ട് കയ്യും കാലും ഒന്നും അനക്കാൻ പറ്റാതെ ചുരുണ്ടുകൂടി കിടന്ന സമയത്ത്, ആ അമനിയോട്ടിക് ഫ്ലൂയിഡിനകത്ത് കിടന്ന സമയത്ത്, ഈ 9 മാസം ഇരുട്ടറയിൽ കിടന്നപ്പോൾ ഞാൻ അനുഭവിച്ച ദുരിതങ്ങളുണ്ട്. ശരിയല്ലേ? അത് മറന്നത് നന്ന്. അത് ഓർത്താലോ ഇന്നിങ്ങ് തന്നെ എരിയിൽ വീണു മരിക്കും അയ്യോ. നമുക്ക് മറവി ഒരു അനുഗ്രഹമായിട്ട് ഇവിടെ പറയാണ്. പൊന്നപ്പൻ എന്ന് ആരാണ് ഈ പൊന്നപ്പൻ? പൊന്നിന്റെ അത്രയും മൂല്യമുള്ള അല്ലെ? ഇവിടെ ശംഭു എന്ന അർത്ഥമാണ്. നമുക്കറിയാം ഓരോ പേരിന് നമ്മൾ ശിവപ്രസാദ പഞ്ചകമൊക്കെ കഴിഞ്ഞ മാസത്തിലാണോ കഴിഞ്ഞ മുമ്പത്തെ മാസത്തിലാണോ തിരിച്ച് അദ്ദേഹത്തിന് എടുത്തപ്പോൾ ശിവ, ശങ്കര, ശർവ, ശരണ്യ എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരാളിനെ തന്നെ പല പേരിൽ ഓരോ പേരിന്റെയും അർത്ഥങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പൊന്നപ്പനാണ് അല്ലെ? അത്രയും മൂല്യം കൂടിയതാണ്. പൊന്നിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാണ്. അപ്പൊ പൊന്നപ്പൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ആ മൂല്യവത്തായിട്ടുള്ള മൂല്യം. പൊന്നപ്പൻ അന്ന് പൊറിവാതിലൊരഞ്ചുമിട്ടു തന്നു. എന്താണ് പൊറിവാതില്? പഞ്ചേന്ദ്രിയങ്ങൾ പുറത്തേക്ക് വളരെ നന്നായി ബഹിർമുഖമായിട്ടിരിക്കുന്ന 5 ഇന്ദ്രിയങ്ങൾ, 5 പൊത്തുകൾ ഇട്ട് തന്നു അല്ലെ? നമുക്ക് മണക്കാനും കേൾക്കാനും കാണാനും രുചിക്കാനും സംസാരിക്കാനും സ്പർശന അറിയാനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു പൊറിവാതിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ. പൊന്നപ്പൻ അന്ന് പൊറിവാതിലൊരഞ്ചുമിട്ടു തന്നിട്ടു തന്നെ ഇതും ഇന്നറിയുന്നു ശംഭു. ഇതെല്ലാം ശംഭുവിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ലഭിച്ചത്. എൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും നമുക്ക് അംഗവൈര്യങ്ങളൊന്നുമില്ലാതെ എന്നെ രൂപപ്പെടുത്തിയെടുത്തിയത് ആ പൊന്നപ്പന്റെ കൃപാതിരേകം ഒന്നുകൊണ്ട് മാത്രമാണ്. കാരുണ്യക്കടലായിട്ടുള്ള ആ ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അന്ന് ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് അനുഭവിച്ച വേദനകൾ മറന്നത് നന്നായി. അവ ഓർമ്മയിൽ ഉണർന്നാൽ അപ്പോൾ തന്നെ അഗ്നിയിൽ വീണ് മരിച്ചു. അത്രയ്ക്കും ഓർക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള തീവ്രമായ അസഹ്യമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു അത്. അപ്പൊ പൊന്നപ്പനായ ശിവൻ 5 പൊറിവാതില് പഞ്ചേന്ദ്രിയങ്ങൾ ഇട്ട് തന്നത് കൊണ്ടാണ് ഇതൊക്കെ ഇന്ന് എനിക്ക് അറിയാൻ പറ്റുന്നത്.
ശരിയല്ലേ? എനിക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഉള്ളത്, എനിക്ക് സെൻസ് ഓർഗൻസ് ഉള്ളത് കൊണ്ടാണ് പൊന്നപ്പൻ അന്ന് ഈ 5 പൊറിവാതിലിട്ട് തന്നത് കൊണ്ട് എനിക്ക് ഇതൊക്കെ ഇന്ന് അറിയാൻ പറ്റുന്നു. ഭഗവാന്റെ കൃപാതിരേകം കൊണ്ടാണ് എനിക്ക് ഇന്ന് ഗുരുവിനെ അറിയാൻ പറ്റുന്നു, ഗുരുദേവ കൃതികൾ പഠിക്കാൻ പറ്റുന്നു, കേൾക്കാൻ പറ്റുന്നു, കാണാൻ പറ്റുന്നു, രുചിക്കാൻ പറ്റുന്നു. ഇതെല്ലാം പറ്റുന്നത് എന്തുകൊണ്ടാണ്? അന്ന് എനിക്ക് ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഇട്ട് തന്നത് കൊണ്ടാണ്. ഓക്കെ, കണ്ടില്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, ഞങ്ങളുടെ സ്കൂളില് കഴിഞ്ഞ വർഷം ഒരു പ്രോഗ്രാമിന് വൈക്കം വിജയലക്ഷ്മി വന്നു. അപ്പൊ മനോഹരമായ ഒരു മൊമന്റോ കൊടുത്തു. ഈ മൊമന്റോ കൊടുക്കുമ്പോൾ അച്ഛനാണ് കൈപിടിച്ച് വേദിയിലേക്ക് കൊണ്ടുവരുന്നത്. വളരെ മനോഹരമായ മൊമന്റോ ആണ്. പക്ഷെ അത് കാണാൻ പറ്റില്ലല്ലോ. കണ്ണ് നിറഞ്ഞു, അവിടെ പറഞ്ഞ പോലെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ആ മൊമന്റോയിൽ ഇങ്ങനെ കൈകൊണ്ട് തപ്പി തപ്പി നോക്കി. ശരിക്കും നമ്മൾ ഭഗവാൻ നന്ദി പറയേണ്ടത്, നമുക്ക് കണ്ണും മൂക്കും ചെവിയൊക്കെ തന്ന ഭഗവാൻ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവോ? എത്രയോ മനോഹരമായി ആലപിക്കുന്ന ഒരു ഗായികയാണ്. ശരിയല്ലേ? ആണോ? അപ്പൊ ഭഗവാൻ തന്ന ഓരോ കഴിവിനും നമ്മൾ എണ്ണി 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 നന്ദി പറയണം. ശരിയാണോ? തീർച്ചയായിട്ടും. അപ്പൊ ഗർഭാശയത്തിൽ കിടന്ന് അനുഭവിച്ച വേദന മറക്കാനായത് നന്നായി എന്നാണ് ഗുരുവിന്റെ അഭിപ്രായം. കാരണം ജനനത്തിന് മുമ്പുള്ള 280 ദിവസങ്ങളെ ഭഗവാൻ തന്നെ, നമുക്കറിയാം, നമ്മുടെയൊക്കെ ഓർമ്മയില്, നമ്മൾ ഗർഭാശയത്തിൽ കിടന്ന ഓർമ്മ ആർക്കും ഇല്ല. നമ്മുടെ കുട്ടിക്കാലത്തെ ആണെങ്കിലും ഒരു 3 വയസ്സിനൊക്കെ ശേഷം കുട്ടികളെ ഒരു നേഴ്സറിയിലൊക്കെ കൊണ്ടുവിട്ടതിന് ശേഷം, അല്ലെ നമ്മളൊക്കെ ആണെങ്കിൽ ആശാന്റെ കളരിലേക്ക് പോയി അങ്ങനെ ഒരു ഓർമ്മയൊക്കെ ഉള്ളൂ. 2-3 വയസ്സിന് ശേഷമുള്ള ഓർമ്മകളെ നമ്മുടെ സ്മൃതിപഥത്തിൽ, നമ്മുടെ മേധയിലുള്ളൂ. അല്ലാണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ 9 മാസം കിടന്നു എന്നും പറഞ്ഞ് ആ കാലഘട്ടം എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ആയി. തീർച്ചയായിട്ടും. അപ്പൊ ജനനത്തിന് മുമ്പുള്ള 280 ദിവസങ്ങളെ ഭഗവാൻ തന്നെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. അപ്പൊ അസഹനീയമായ വേദനകളെ, അപ്പൊ ഭാഗവതം 3ാം സ്കന്ധത്തിന്റെ 31-ാമത്തെ അധ്യായത്തില് ഭംഗിയായിട്ട്, അതാണ് ഭ്രൂണ ഭാഗവതം. നമുക്ക് അതിലൊക്കെ രാമായണത്തിലെ സമ്പാദ്യവാക്യത്തിലാണേലും ഭ്രൂണഭാഗവത്തിലാണേലും ഒക്കെ ആ ഗർഭാശയത്തിലെ ആ ജനന പ്രക്രിയയെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പൊ 9-ാമത്തെ മാസത്തില് പൂർവജന്മ സ്മരണ ഉണ്ടാകുന്നു. അപ്പോൾ ജീവൻ ഈ 3 ലോകത്തിലും അനുഭവിച്ച ദുഃഖങ്ങളെ ഓർത്ത് ഇനിയും ഒരു ജന്മദുഃഖം തന്ന് വലയ്ക്കരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രാമായണത്തിലെ സമ്പാദ്യവാക്യത്തിലും ഇതേ വേദനയെ കുറിച്ച് പറയുന്നുണ്ട്. അന്നുള്ള വേദന മറന്നത് നന്ന്, ഉണർന്നാൽ ഇന്നിങ്ങ് തന്നെ എരിയിൽ വീണ് മരിക്കും അയ്യോ. അപ്പൊ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ച് ജഡരവഗ്നി പ്രാപ്തയായാണ് ഗർഭാശയ വാസം എന്ന് പറഞ്ഞ, അല്ലേ? ആണോ? നമ്മുടെയൊക്കെ കർമ്മവാസനകൾ, അതാണ് നെയ്യതോ നിൻ പഴകിയ വാസന എന്ന് അർണോദേശി പറയുന്ന, നെയ്യുന്ന നമ്മുടെ പഴകിയ വാസനകളാണ്. നമ്മളിലൊക്കെ മുജ്ജന്മ വാസനകളുണ്ട്. നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്ന. മുജ്ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഫലങ്ങൾ അനുഭവിക്കണമെങ്കിൽ ഈ ജന്മത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സത്കർമ്മങ്ങൾ ചെയ്യണം. മനോമാലിന്യങ്ങൾ അകറ്റി ചിത്തശുദ്ധി വരുത്തി കഴിയുന്നതിൽ എന്നാൽ ഉപദ്രവം ഒരു നാളും ആർക്കും കേൾക്കരുതെന്ന് ബോധാനന്ദ സ്വാമി പഠിപ്പിച്ചതുപോലെ, എനിക്ക് ആർക്കും ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ പ്രവൃത്തി കൊണ്ട്, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ ഒരുത്തർക്കും ഒരു ഉപദ്രവം ഉണ്ടാകരുത്. എല്ലാവർക്കും സന്തോഷം മാത്രം കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുകയാണെങ്കിൽ, എന്നിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജിയാണ് എല്ലാവരിലേക്കും ഞാൻ നിരന്തരം ഫ്ലോ ചെയ്യിച്ചു കൊടുക്കുന്നെങ്കിൽ, ആ ഒരു ഹൈ വൈബ്രേഷൻ ആണ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ, നമ്മുടെ അടുത്ത് വരുമ്പോഴേ നമ്മൾ പറ്റിയും പരിപാട്ടവും നമ്മുടെ ഉള്ള ദുഃഖ കഥകളും പറഞ്ഞ്, ഇല്ല അല്ലാതെ പരദൂഷണവും പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഒരു നെഗറ്റീവ് എനർജി പാസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? കിട്ടുമോ? അപ്പൊ നമ്മുടെ സമയത്തേക്ക് വരുന്നവരിലേക്ക് നമുക്കൊരു പോസിറ്റീവ് എനർജി ഫ്ലോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാ ഏറ്റവും നല്ലത്. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും സത്കർമ്മങ്ങൾ ചെയ്യുക. ഈ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടവരാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരും. ഇപ്പൊ രാമായണ മാസമാണ്, ശരിയല്ലേ? നമ്മൾ രാമായണത്തിലൂടെ വായിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് വേറെ പങ്കാരും പറ്റുവാനില്ല. അതിന്റെ പങ്ക് പറ്റാനൊന്നും ആരും വരില്ല. നമ്മൾ തന്നെ അനുഭവിച്ച്, നമ്മൾ ചോദിക്കാറുണ്ട്, ഞാൻ ഈ ജന്മം ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, അറിഞ്ഞോ അറിയാതെയോ, പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഈ കഷ്ട അനുഭവങ്ങൾ വന്നു ചേരുന്നു? ഉത്തരം നമുക്ക് തന്നെ, നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആരെയും നമ്മൾ പരാതി പറയേണ്ട, നമ്മുടെയൊക്കെ കർമ്മഫലമാണ്. ശരിയല്ലേ? പ്രാരബ്ധം സഞ്ചിതം ആഗാമി നമ്മൾ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ പഠിക്കുന്ന പോലെ ഇതൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ. കാരണം കർമ്മഫലമാണ്. ഇത് ആർക്കെങ്കിലും മാറ്റി തരാൻ പറ്റുമോ? ഇല്ല. ഈ ഒരു തിരിച്ചറിവൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കൃതികളൊക്കെ പഠിക്കണം. കൃതികളിലൂടെ നമ്മൾ വിശ്വാസപൂർവം ഭക്തിപൂർവം തീർത്ഥയാത്ര നടത്തണം.
അടുത്ത ശ്ലോകം. എന്നുള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ടു നൊന്തിങ്ങു പെറ്റു നരി പോലെ കിടന്നു കൂവും എന്താവതിങ്ങടിയനൊന്നരുളീടു ശംഭോ. ആ ഗർഭാവസ്ഥയില് മാതൃപഞ്ചകമൊക്കെ ശങ്കരാചാര്യ സ്വാമികളുടെ മാതൃപഞ്ചകം എന്ന കൃതിയൊക്കെ പഠിക്കുമ്പോൾ ഒരു അമ്മ അനുഭവിക്കുന്ന ദുഃഖങ്ങള്, എന്തെല്ലാം വിഷമങ്ങളാണ്. നിവർന്ന് കിടക്കാൻ പറ്റുന്നില്ല, ഒന്ന് എഴുന്നേക്കണമെങ്കിൽ ബുദ്ധിമുട്ട്, നടക്കണമെങ്കിൽ ബുദ്ധിമുട്ട്. കാരണം എത്ര കിലോ ഭാരമാണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡും കുഞ്ഞിന്റെ വെയിറ്റും എല്ലാം കൂടെ ചുമന്നുകൊണ്ട് നടന്നത് അല്ലെ. ആ ഒരു അവസ്ഥയില് എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ട് നൊന്ത്. ഒരു അമ്മ ഈ അനുഭവിക്കാവുന്നതിൽ ഏറ്റവും തീഷ്ണമായിട്ടുള്ള വേദന എന്ന് പറയുന്നത് എന്താണ്? പ്രസവ വേദന തന്നെയാണ്. 22 അസ്ഥികൾ ഒന്നിച്ചൊടിയുന്ന വേദനയാണ്, അതികഠിനമായിട്ടുള്ള വേദന എന്ന് പറയും ആ വേദന. അപ്പൊ എന്തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ട് നൊന്തിങ്ങ പെറ്റ്. വളരെ ലളിതമായ ഭാഷയിൽ ഭഗവാൻ പറഞ്ഞിട്ടാണ്, നരി പോലെ കിടന്നു കൂവുന്ന എന്താവതിങ് അടിയനൊന്ന് അരുളീടു ശംഭു. അപ്പൊ എന്റെ തള്ള എന്നെ ഉള്ളിൽ ചുമടായി കിടത്തി മനസ്സ് വെന്ത് വെറുതെ നെടുവീർപ്പിട്ട് വേദന അനുഭവിച്ച് പ്രസവിച്ചു. അപ്പൊ കുറുനരി പോലെ കിടന്ന് കൂവുന്ന അടിയൻ എന്താണ് ആവുന്നത് എന്നല്ലയോ ശംഭോ നീ എനിക്ക് അരുളിയാലും, നീ എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പൊ ഗർഭധാരണത്തിന് ശേഷം ആ 9 മാസം 10 ദിവസം അമ്മ കുഞ്ഞിനെ ഉദരത്തിൽ തന്നെ ചുമന്നുകൊണ്ട് നടക്കണം. ഒരു നിമിഷം പോലും അവനത് ഇറക്കി വെക്കാൻ പറ്റുന്നില്ല അല്ലെ. വേറെ ആരിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ മടുത്ത് വന്ന കുറച്ച് സമയം ഒന്ന് എടുത്തോളം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അത് പറ്റുന്നില്ല. എത്രയാണെങ്കിലും നടക്കുന്ന വഴിയൊക്കെ ഇത് ചുമന്നുകൊണ്ട് നടക്കാനേ പറ്റുള്ളൂ. അപ്പൊ അതിനിടെ ആ ഭാരം ഒന്ന് ഇറക്കി വെക്കാനായിട്ട് പറ്റുന്നില്ല. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എന്നല്ല 280 ദിവസം അമ്മ സ്വന്തം ശരീരത്തിൽ അതിനെ ചുമക്കണം. അപ്പൊ 8-9 മാസമാകുമ്പോൾ വയറ് വീർത്ത് വരുന്ന വെയിറ്റ് കൂടി കഴിയുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണല്ലേ. അപ്പൊ ഇരിക്കാനും നടക്കാനും കിടക്കാനും ഒക്കെ ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് പ്രസവം എന്ന് പറഞ്ഞ ഒരു ഇന്നിപ്പോ എല്ലാം വേദന അറിയാത്ത പ്രസവത്തിന് വരെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ വന്നപ്പോൾ ആ ഒരു വേദനയൊന്നും ഇന്നത്തെ അമ്മമാർ അറിയുന്നില്ല. ശരിയല്ലേ? ആണോ? നമ്മുടെ ഇവിടെയൊക്കെ പണ്ട്, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു റിലേറ്റീവിന് ഇപ്പൊ UK തന്നെയാണ് കുഞ്ഞുണ്ടായി. അപ്പൊ ആ കുഞ്ഞിന്റെ അച്ഛനമ്മ മാത്രമേ ഉള്ളൂ, പരിചരണത്തിനൊന്നും വേറെ ആരുമില്ല. ഇവിടെയാണ് 4 പേര് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് സ്ട്രെച്ചറെ കൊണ്ടുവന്ന് എടുത്ത് കിടത്തണോ, തിരിയാൻ ഒരാള്, പൊക്കണമെങ്കിൽ ഒരാളൊക്കെ. ഞാൻ നോക്കുമ്പോഴേ ഒരു വീഡിയോ ഒക്കെ ഇട്ട് തന്നു, അച്ഛനും അമ്മയും തന്നെ കുഞ്ഞിനെയൊക്കെ ആയിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ്. വളരെ സന്തോഷപ്രദമായിട്ട് പോകുന്നു. ശരിയല്ലേ? കാലം മാറിയ വാക്ക്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് ശരിക്കും അതിശയം തോന്നുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മള് ദേശകാലോചിതം കർമ്മ ധർമ്മ അഭിധീയത എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ദേശത്തിനും കാലത്തിനും അനുയോജ്യമായിട്ട് വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ അതിനെ മനസ്സിലാക്കണം. അപ്പൊ കുഞ്ഞിനെ കുറിച്ചും സ്വന്തം ജീവിതത്തെ കുറിച്ചും ഒക്കെ വിവിധ തരത്തിലുള്ള ആധികള് ഒരമ്മയ്ക്കുണ്ടാകുന്നു. അറിയണം, വയറ്റില് കുഞ്ഞ് കിടക്കുന്ന സമയത്ത് അമ്മയിൽ ഉണ്ടാകുന്ന ഓരോ മനോവികാരം പോലും ആ കുഞ്ഞിനെ സ്വാധീനിക്കും. അപ്പൊ അമ്മ ഒരു കാരണവശാലും വേദനിക്കാനോ മനസ്സ് വിഷമിക്കാനോ ഒന്നും ഇടയാവരുത്. എപ്പോഴും സന്തോഷവതിയായിട്ടിരിക്കണം. സദ്ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യണം. നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും നല്ല അധ്യാത്മ ഗ്രന്ഥങ്ങളുടെ പാരായണവും അതുപോലെ പിണ്ടവന്തി പോലെയുള്ള കൃതികളുടെ മനനവും ജപവും ഒക്കെ ആത്മബോധമുള്ള കുഞ്ഞിന്റെ ജനനത്തിനായിട്ട് സഹായിക്കും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിവുണ്ടാകണം. പിണ്ടവന്തി എന്ന കൃതി പറയിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ആയുസ്സും ആഗ്രഹവും ധനവും അറിവും മരണവും ഇതെല്ലാം അവിടെ വെച്ച് തന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പുറത്തേക്ക് വന്നതിന് ശേഷമല്ല. ഉള്ളിലായിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ കൽപ്പിച്ച പോലെ വരുമെന്ന് പറഞ്ഞാൽ അതൊക്കെ അവിടെ വെച്ച് തന്നെ അത് എഴുതപ്പെട്ട് കഴിഞ്ഞു. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ കറക്റ്റായിട്ട് അവിടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഒരു മനുഷ്യജീവി അനുഭവിക്കുന്ന വേദനകളിൽ വെച്ച് ഏറ്റവും തീക്ഷ്ണമായ വേദനയാണ് ആ പ്രസവ വേദന. അപ്പം ആ ഒരു അനുഭവം, എന്തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞ് വെറുതെ നെടുവീർപ്പുമിട്ട് നൊന്തിങ്ങ് പെറ്റു നരി പോലെ കിടന്നു കൂവുന്ന എന്താവതിങ്ങ് അടിയനെന്ന് അരുളീട് ശംഭോ. അപ്പൊ നമുക്കറിയാം, നമ്മൾ പറയും അച്ഛനും അമ്മയും 2 പേരും തുല്യ പ്രാധാന്യമുള്ളവരാണ്, നമസ്കരിക്കേണ്ടവരാണ്. എന്നാല് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയും, ഗർഭം ധരിക്കുന്നത് കൊണ്ടും അതുപോലെ ഗർഭത്തിൽ വെച്ച് പോഷിപ്പിക്കുന്നത് കൊണ്ടും മാതാവ് പൂജിക്കപ്പെടേണ്ടവളും
ബഹുമാനിക്കപ്പെടേണ്ടവളും വന്ദിക്കപ്പെടേണ്ടവളും പിതാവിനേക്കാൾ 100 ഗുണം കൂടുതലുള്ളവളുമാകുന്നു. അച്ഛന്മാരൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്, ഇതെന്താണ് പറയുന്നത്, ഞങ്ങളെ കഴിഞ്ഞും കൂടുതൽ വന്ദിക്കപ്പെടേണ്ട അമ്മയെയാണെന്ന്. ഇതിൽ പറയുന്ന ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നത്, സന്യാസിയായ ഒരു പുത്രനെ ഇപ്പൊ മകൻ സന്യാസി ആയി കഴിഞ്ഞാൽ അച്ഛൻ മകനെ നമസ്കരിക്കണം. എന്നാൽ ഈ സന്യാസി മാതാവിനെ നമസ്കരിക്കണം. അവിടെ മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ സന്യാസിയായ പുത്രനെ പിതാവ് നമസ്കരിക്കണം, പക്ഷെ സന്യാസി മാതാവിനെ നമസ്കരിക്കണമെന്ന് സ്കന്ദപുരാണത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ഭാരതീയ പൈതൃകം മാതാവിന് നൽകിയിട്ടുള്ള മഹത്വപൂർണമായ സ്ഥാനം എല്ലാ വിശിഷ്ട, നമ്മൾ മാതാപിതാ ഗുരു ദൈവം ശരിയാണ്, എല്ലാവരും പൂജിക്കപ്പെടേണ്ടവണ്. എന്നാല് അമ്മ സമം അമ്മ, ശരിയല്ലേ? അമ്മയ്ക്ക് പകരം വെക്കാനായിട്ട് വേറെ ആർക്കെങ്കിലും പറ്റുമോ? അച്ഛന്റെ റോള് കുറവാന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞു തെറ്റിദ്ധരിക്കില്ല. അപ്പൊ ദൈവത്തിന് തൊട്ട് താഴെ മറ്റെല്ലാത്തിനും മീതെയാണ് അമ്മയുടെ സ്ഥാനം എന്ന ഒരു തിരിച്ചറിവുകൾ ഇന്ന് വൃദ്ധസദനങ്ങളൊക്കെ ഏറി വരുന്ന കാലഘട്ടത്തില് നമ്മൾ ഈ പിണ്ടനന്ദി പോലെയുള്ള കൃതിയൊക്കെ പഠിക്കണം. അപ്പോൾ അമ്മ ആരാണെന്നും അച്ഛൻ ആരാണെന്നും ആ മഹത്വം ഒക്കെ നമുക്ക് മനസ്സിലാകും. അപ്പൊ എന്തെല്ലാം തെറ്റുകൾ ചെയ്താലും ഒരു കുഞ്ഞമ്മ, സ്വന്തം അമ്മയ്ക്ക് ആ കുഞ്ഞ് ചെയ്യുന്ന എല്ലാ തെറ്റുകളും, എന്ത് തെറ്റ് ചെയ്യണം എന്നല്ല പറഞ്ഞത്, അതിനെയൊക്കെ ക്ഷമിച്ച് പൊറുക്കാനുള്ള ഒരു സഹനശക്തി ഉണ്ട്. അതാണ് ഈ 9ാമത്തെ ശ്ലോകം. എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്നെടുത്തു ചൊല്ലേണമോ, ദുരിതമൊക്കെ അകറ്റണേ നീ, ഇല്ലാരുമിങ്ങടിയന് അങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞ് എരുതിലേറി വരുന്ന ശംഭോ. എന്താണ് എരുത് എന്ന വാക്കിന്റെ അർത്ഥം? ശംഭുവിന്റെ വാഹനം ഏതാണ്? കാളയല്ലേ? കാളന്നല്ലേ? ഋഷഭം, കാളയാണ്. അപ്പൊ എല്ലാം അറിഞ്ഞു ഭഗവാൻ എല്ലാം അറിയാം. ഇനി ഒന്നൊന്നായി എണ്ണേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം അറിയുന്നുണ്ട്. അകവും പുറവും നിറഞ്ഞിരിക്കുവാണ്. ത്രികാലജ്ഞാനിയാണ്, ക്രാന്തദർശിയാണ്, അല്ലെ? പരഹൃദയജ്ഞാനിയാണ്. നമ്മൾ മനസ്സിൽ കാണുമ്പോഴേ അവിടെ MRI സ്കാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഓരോന്നും അവിടെ ചെന്ന് പറയേണ്ട കാര്യമില്ല. എന്റെ കൊച്ചിന് ഫുൾ A+ കിട്ടണം, അല്ലെ എന്റെ മക്കളുടെ വിവാഹം നടക്കണം, എനിക്ക് നല്ല ജോലി കിട്ടണം, വീട് പണിയണം, അവിടെ ലിസ്റ്റ് ഒന്നും അവിടെ നിരത്തേണ്ട കാര്യമില്ല. എല്ലാം അറിഞ്ഞു ഭഗവാൻ അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒരു കുറി നാം അറിയാത്തതൊന്നുമില്ല ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? നാം അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്ന് എടുത്തു ചൊല്ലേണമോ, ദുരിതമൊക്കെ അകറ്റണേ നീ, ഇല്ലാരുമിങ്ങടിയന് അങ്ങൊഴിയുന്നുവെങ്കിൽ. ഭഗവാനെ നീ എന്നെ കൈവിട്ട് കഴിഞ്ഞാൽ, നാവികൻ നീ ഭവാപ്തിക്കൊരാവിവൻ തോണി നിൻ പദം. ഈ സംസാര സാഗരത്തിന് മറുകര കിടക്കണമെങ്കിൽ ഭഗവാന്റെ ആ കപ്പിത്താൻ ആരായിരിക്കണം? ഭഗവാൻ തന്നെ ആയിരിക്കണം. ആരെ കയ്യിൽ പിടിക്കേണ്ട? ദൈവമേ കത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. ഇവിടെ എന്താണ്? ഒരു മർജാരപ്പിടുത്തമാണ്. ഭഗവാൻ തന്റെ കയ്യിൽ മുറുക്ക പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയക്കേണ്ട കാര്യമുണ്ടോ? അങ്ങൊഴിയുന്നുവെങ്കിൽ, ഭഗവാനെ നീ എന്നെ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരുമില്ല, ആശ്രയമായിട്ടുള്ളത് നീ മാത്രമേ ഉള്ളൂ. ആ പദാരവിന്ദങ്ങളെ മാത്രമാണ് ഞാൻ സമാശ്രയിക്കുന്നത്. ആ പദാരവിന്ദങ്ങളെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് ഞാൻ. അങ്ങൊഴിയുന്നുവെങ്കിൽ, ഇല്ലാരുമിങ്ങ് അങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞ് എരുതിലേറി വരുന്ന ശംഭോ. എരുതിന്റെ പുറത്ത്, കളയുടെ പുറത്ത് ഏറി വരുന്ന അല്ലയോ ശംഭുവേ, നീയാണ് എന്നെ കാത്തു സൂക്ഷിക്കുന്നത്. അപ്പൊ നിന്നെയാണ് ഞാൻ എപ്പോഴും, എന്നിൽ നിന്ന് എപ്പോഴും ആ ഈശ്വര സ്മരണ ഉണ്ടാകണം. ഭഗവാന്റെ രൂപം, ആ തിരുരൂപം എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ സമർപ്പിത ചേതസ്സുകളായിട്ട് ആ ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് മനമലർ കൊയ്തുകൊണ്ട് മഹേശ പൂജ ചെയ്യാനായാൽ ഒന്നിനെ കുറിച്ചും ആശങ്കയുടെ ആവശ്യമില്ല. ഇപ്പോൾ ഈ പിണ്ടനന്ദി എന്ന കൃതി മനന നിധിധ്യാസനത്തിന് ഏവർക്കും ആ പരമാചാര്യന്റെ കാരുണ്യം ആവോളം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ അക്ഷരമലരുകൾ അത്രയും അർച്ചനാ കുസുമങ്ങളായി പരമാചാര്യന്റെ പാതാരവിന്ദങ്ങളിലേക്ക് സവിനയം സമർപ്പിക്കുന്നു. ഒപ്പം
പിണ്ടനന്ദി എന്ന കൃതി ഇതൊന്നും വ്യാഖ്യാനിച്ചിട്ടില്ല, അതിനൊന്നുള്ള പ്രാപ്തിയല്ല, എങ്കിലും ആ കൃതിയിലൂടെ ഒന്ന് കടന്നു പോവാനായിട്ട് ഒരവസരം ഒരുക്കിയ സേവനം UK-യിലെ സാരഥികൾ ഓരോരുത്തരും, ഇതിന്റെ പേരിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർ ഓരോരുത്തരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകള് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മം ജയിക്കട്ടെ. നന്ദി ശ്രീമതി ഷീല ടീച്ചർ. അടുത്തത് ഗുരുസ്തവമാണ്. ഗുരുസ്തവം ആലപിക്കുന്നതിന് കുമാരി ജനനി അജികുമാറിനെയും കുമാരി തേജസ്വി അജികുമാറിനെയും നോട്ടിംഗ്ഹാമിൽ നിന്നും ക്ഷണിച്ചുകൊള്ളുന്നു. സുരേഖ, ഒരു മിനിറ്റ്, അതിന് മുമ്പ് ഒരു മിനിറ്റ് കേട്ടോ. ടീച്ചർ, എന്റെ പേര് കല എന്നാണ്. സോറി, ഞാൻ പുറത്തായത് കൊണ്ടാണ് ക്യാമറ ഓൺ ആക്കാത്തത്. ഒരുപാട് സന്തോഷം, കാരണം ഇത്രയും ഭംഗിയായിട്ട് ബാലാജി സാറിന്റെ ശിഷ്യർ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഇത് തന്നെയാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഭംഗിയായിട്ട് ഈ ഒരുപാട് സമയം വൈകി ഇന്ത്യയിൽ ഇത്രയും വൃത്തിയായിട്ട് ഞങ്ങൾക്ക് ഇതിന് അർത്ഥം പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇത് ഓരോ വാക്കുകൾ പറയുമ്പോൾ ആ വാക്കുകൾ സ്ഫുടത മാത്രമല്ല, അതിന് സ്ട്രെസ് കൊടുത്ത് പറയേണ്ടടുത്ത് ടീച്ചർ അതിന്റെ സ്ട്രെസ് കൊടുത്ത് പറയുന്നുണ്ട്. അത് ശരിക്കും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ഒരുപാട് നന്ദി. ടീച്ചറിന്റെ കുടുംബത്തിന് ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. സമയപരിമിതി കൊണ്ട് അതിന്റെ ആഴത്തിലേക്കൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. കൃതിയിലൂടെ ഒരു സർഫസ് ലെവലിൽ ഒന്ന് കടന്നുപോയി എന്ന് മാത്രം. ഓക്കെ, വളരെ സന്തോഷം. Thank you, ടീച്ചർ.